Good morning everyone, welcome to Adda247 Malayalam channel. This is Rintu Sebastian and welcome to the Hindu editorial analysis of 28th May 2022. അപ്പോൾ ഇന്ന് മെയ് മാസം 28-ാം തീയതി, മെയ് മാസം അവസാനിക്കാൻ പോകണല്ലേ, ജൂണിലോട്ട് എത്തി നമ്മൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം, വൊക്കാബുലറി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. അതാണ് ഇന്നത്തെ സെഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഡെയിലി നമ്മുടെ 8:30 സെഷനാണ്. ഞാൻ ഇന്ന് ലേറ്റായി, ഇന്ന് 10 minutes ലേറ്റ് ആണ് ആൻഡ് ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഈയിടെയായിട്ട് കുറച്ച് തിരക്ക്, വൊക്കാബ് കൂടുതൽ വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സമയം എടുക്കുന്നു. ബട്ട് ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ചേഞ്ച് ഇറ്റ്. നമുക്കത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ സാറ്റർഡേ ആണെന്ന്, നമുക്ക് മൺഡേ ടു സാറ്റർഡേസിൽ 8:30 സെഷൻ ആണ് നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീക്കിലും ഉള്ള ലൈവ് സെഷൻ ഉണ്ട്, നമ്മുടെ ക്വിസ് സെഗ്മെൻ്റ് ഉണ്ട്. അതിലൊരു ചെറിയ മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്. അതായത് നാളെ മുതൽ, അടുത്ത സൺഡേ മുതൽ, അതായത് നാളെ മുതൽ നമ്മുടെ സൺഡേസിലെ വീക്ക്ലി വൊക്കാബ് ക്വസ്റ്റിന് പകരം നമ്മളൊരു ഓൾറൗണ്ട് എല്ലാം എഡിറ്റോറിയലിലും പിന്നെ എക്സാം ഓറിയൻറ്റഡ് വരുന്ന വൊക്കാബോട് കൂട്ടി ചേർത്തിട്ട് ഒരു വൊക്കാബുലറി ചലഞ്ച്, വീക്ക്ലി സൺഡേ വൊക്കാബുലറി ചലഞ്ച് എന്ന രീതിയിൽ നമ്മളൊരു പുതിയൊരു സെഗ്മെൻറ്റ് ഇറക്കാൻ പോവാണ്. അപ്പോൾ എല്ലാ സൺഡേയും ഇനി മുതൽ രാവിലെ 11 AM സെഷൻ ബുക്ക്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് എഡിറ്റോറിയലിലെ വൊക്കാബും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തങ്ങ് വിടാം. ഓക്കെ, 11 മുതൽ ഒരു 1 വരെ ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിച്ചു വെക്കും. ഓക്കെ, അതാണ് നമ്മുടെ സെഷൻ്റെ ഒരു പ്രത്യേകത സൺഡേസിൽ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ സെഷൻ തുടങ്ങാം, താമസിപ്പിക്കുന്നില്ല. വിത്ത് എ കോട്ട്, ചാലഞ്ചസ് ഓഫ് വാട്ട് മേക്ക് ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഓവർകമ്മിങ് ദം ഇസ് വാട്ട് മേക്സ് ലൈഫ് മീനിങ്. നമുക്കറിയാം, ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, മനുഷ്യർ പറയാറുണ്ട്, അയ്യോ എൻ്റെ അമ്മോ ലൈഫ് ഈസ് ഫുൾ ഓഫ് പ്രോബ്ലംസ്, ചാലഞ്ചസ് എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ചാലഞ്ചസ് ലൈഫിൽ വരുമ്പോഴാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തോന്നുക അല്ലെ, പുതിയ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം തോന്നുക. അപ്പോഴാണ് നമ്മൾ കുറച്ച് അപ്ഡേറ്റഡ് ആവുക. സോ ചാലഞ്ചസ് എന്ന് പറയുന്ന ലൈഫിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കും. ഇല്ലെങ്കിൽ പിന്നെ വളരെ ബോറിംഗ് ആയിട്ട്, ഡള്ളായിട്ട്, വളരെ മണ്ടൈൻ ലൈഫ് സ്റ്റൈലായിരിക്കും. എന്നും ഒരേ രാവിലെ എണീക്കുന്നു, പോകുന്നു, ജോലിക്ക് പോകുന്നു, ലൈക്ക് എ മെഷീൻ. നമ്മളൊരു മെക്കാനിക്കൽ ലൈഫ് പോയിക്കൊണ്ടിരിക്കും. അവിടെയാണ് ചാലഞ്ചസിൻ്റെ ഇമ്പോർട്ടൻസ്. ലൈഫിൽ ഇടയ്ക്ക് ചാലഞ്ചസ് വരുമ്പോൾ we make sure that we are updated and you try all the means to solve it അല്ലേ. എല്ലാ മീൻസും നോക്കും, എല്ലാ മാർഗ്ഗങ്ങളും വെച്ച് അതൊന്ന് സോൾവ് ചെയ്ത് നോക്കും. അതാണ് ലൈഫിനെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്നത്. മാത്രമല്ല അതാണ് ലൈഫിനെ നമ്മൾ മീനിങ് ഫുൾ ആക്കി മാറ്റാൻ സഹായിക്കുന്നത്. സോ എംബ്രേസ് ചലഞ്ചസ് ആൻഡ് ഫൈറ്റ് ഫോർ ദ ചലഞ്ചസ് അല്ലേ. ചലഞ്ചസിനെ ഫൈറ്റ് ചെയ്യുക, അതിനെ മാറ്റിയെടുക്കുക ആൻഡ് ഓവർകം ചെയ്യുക. ദാറ്റ്സ് വാട്ട് ആർ മെസ്സേജ് ഫോർ യു ടുഡേ. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ Adda247 യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും. ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത SSC എക്സാംസ്, ബാങ്ക് എക്സാംസ്, അതുപോലെ തന്നെ നമുക്ക് PSC എക്സാംസ്, ESIC എക്സാം, ഏത് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും, ഫ്രീ ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സുകളും നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയ വീഡിയോസും നിങ്ങൾക്ക് ഒരുപാട് സീരീസും ഒക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും, നമ്മുടെ Adda247 മലയാളം ചാനലിൽ കിട്ടും. രാവിലെ 8:30 നിങ്ങൾക്ക് എഡിറ്റോറിയൽ സെഷൻ ഉണ്ട്, ഡെയിലി എഡിറ്റോറിയൽ സെഷനാണ്. അതുപോലെ തന്നെ രാത്രി 8 മണിക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ സെഷനുണ്ട്, ഡെയിലി ഉള്ള സെഷനാണ്. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ്, മോക്ക് ടെസ്റ്റുകൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് കിട്ടുന്നു. പ്രാക്ടീസ് ചെയ്യാൻ, പഠിക്കാം. അതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ ആപ്പിൻ്റെ യൂസേജ് കേട്ടോ. അപ്പോൾ എക്സാം നോട്ടിഫിക്കേഷൻസിന്, ജോബ് അലേർട്ടുകൾക്ക്, അതുപോലെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു, അഡ്മിറ്റ് കാർഡ് വന്നു, ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടെ കിട്ടും ആപ്പ് വഴി. അപ്പോൾ അതുകൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് നോക്കാം. നല്ല ഒരുപാട് ഒട്ടനേകം കോഴ്സുകൾ നമ്മുടെ ആപ്പിലുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നമുക്ക് ഒരു ടെലിഗ്രാം ചാനലൂടെ ഉണ്ട്. KPSC ഷോർട്ട് സെലക്ഷൻ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളതിന് ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളുടെ ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ കിട്ടും, നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് PDF നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിലോട്ട് വരാം. കമ്മിങ് ബാക്ക് ടു എ സെഷൻ. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ 28-ാം തീയതിയാണ്. ഇന്ന് 2 ആർട്ടിക്കിളുണ്ട്, രണ്ടും നല്ല ആർട്ടിക്കിളാണ്. ഓക്കെ, ഒരു ആർട്ടിക്കിൾ ഈസ് ഓൾ അബൌട്ട് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ യാസിൻ മാലിക്കിൻ്റെ സെൻറ്റൻസിനെ പറ്റിയാണ്. ഇംപ്രസൺമെൻറ്റ് കൊടുത്തു, പുള്ളിക്കാരന് ഒരു വിധി വന്നു. അപ്പോൾ അതിനെപ്പറ്റിയും, അപ്പോൾ അവിടെ കാശ്മീരിലെ കാര്യങ്ങളെ പറ്റിയും, അപ്പോൾ എന്തിന് വേണ്ടിയിട്ടാണ് യഷിൻ എന്നെ നമ്മൾ ഇതിലോട്ട് കൊണ്ടുപോയത്, ഇതിലാക്കിയത് അല്ലേ, നിയമത്തിൻ്റെ മുൻപിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എയർഫോഴ്സ് ഓഫീസേഴ്സിനെ 1990 കൊലപ്പെടുത്തിയ കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെപ്പറ്റി റിലേറ്റഡ് ടു ലോ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ.
വായിച്ചു നോക്കണം കേട്ടോ. ഒരുപാട് വൊക്കാബുലറി ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. അതൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഗിവ് ഇറ്റ് എ റീഡ്. ഓക്കെ, പക്ഷേ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേറെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സെക്സ് വർക്കേഴ്സ്. ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ ഒരാൾ പറഞ്ഞല്ലേ, സെക്സ് വർക്ക് നമ്മളെന്താ ഇല്ലീഗലാക്കി. അതുപോലെ തന്നെ ദേ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. എവറി ഇൻഡിവിജ്വൽ ഇൻ ദ കൺട്രി ഹാസ് എ റൈറ്റ് ടു ലിവ്. എല്ലാവർക്കും റൈറ്റ് ടു ലിവ് ആൻഡ് പ്രൊട്ടക്ഷൻ അല്ലേ. അവനവൻ്റെ ജീവനുള്ള റൈറ്റ്, ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാനുള്ള റൈറ്റും ആർക്കുണ്ട്? ഓരോ സിറ്റിസണിനുണ്ട്. അതിപ്പോൾ ആരായാലും. അത് ഒരിക്കലും നമ്മുടെ പ്രൊഫഷൻ വെച്ച് അല്ല, അല്ലെങ്കിൽ ഡിഗ്നിറ്റി വെച്ചിട്ട് ഒരാളുടെ ഡിഗ്നിറ്റി നോക്കുന്നത് അയാളുടെ പ്രൊഫഷൻ വെച്ചിട്ട്. പ്രൊഫഷൻ അല്ല ഡിഗ്നിറ്റി അളക്കുന്ന ഫാക്ടർ എന്ന് കൃത്യമായിട്ട് നമ്മുടെ കോർട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് പോസിറ്റീവ് ഇൻ നേച്ചർ. അതുകൊണ്ട് നമുക്ക് ഇന്നത് വായിക്കാം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു റീഡ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ അല്ലേ. അത് വായിക്കാം. ഈ ഒരു സെഷൻ്റെ പ്രത്യേകത, എഡിറ്റോറിയൽ സെഷൻ നിങ്ങൾക്ക് കേരള PSC പഠിക്കുന്നവർക്കും SSC പഠിക്കുന്നവർക്കും ESIC ബാങ്കിങ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും UPSC പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഹെൽപ്ഫുൾ ആണ്. നിങ്ങളുടെ ജനറൽ അവയർനെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡിംഗ് എബിലിറ്റി, കോംപ്രിഹെൻഷൻ സ്കിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പീക്കിംഗ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, അതുപോലെ റൈറ്റിംഗ് സ്കിൽസ്, ഗ്രാമർ ആൻഡ് വൊക്കാബ് സ്ട്രക്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു സെഷനാണ് ഇത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ 2 ആർട്ടിക്കിളിനെ പറ്റിയും പറഞ്ഞു. ഇനി നമുക്ക് ആർട്ടിക്കിളിലെ വൊക്കാബുലറി പോകും. ആദ്യമേ തന്നെ നമുക്ക് എന്ത് പോകാം? ഫ്രേസസ്, ഇഡിയംസ് ആൻഡ് വൺ വേർഡ്സിലോട്ട് പോകും. ഇപ്പോൾ ഒരു ഒട്ടനേകം ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ഉണ്ട്, നോക്കിക്കോ. ആദ്യത്തെ ഇഡിയം ഓഫ് ദ ഡേ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സീ ദ ലൈറ്റ് ഓഫ് ഡേ. സീ ദ ലൈറ്റ് ഓഫ് ഡേ. ഈ പകൽ വെളിച്ചം കാണുക എന്നൊക്കെ പറയില്ലേ? പകൽ വെളിച്ചം കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വെളിച്ചത്ത് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പുറത്ത് 4 ആൾക്കാർ അറിയണം. അതിനെയാണ് പകൽ കാണിക്കുക, അല്ലെ വെളിച്ചം കാണിക്കുക എന്നൊക്കെ പറയാം. സോ സീ ദ ലൈറ്റ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. മലയാളത്തിലുള്ള ഇഡിയം തന്നെയാണ് ഇംഗ്ലീഷിലുള്ള ഇതും. സീ ദ ലൈറ്റ് ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ ബിഗിൻ ടു എക്സിറ്റ്. ആദ്യം ഒന്ന് ഇത് നിലവിൽ വരട്ടെ. ഇഫ് ദ ലോ ഇസ് ഇഫ് ദ ലോ ഹാസ് സീൻ ദ ലൈറ്റ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ലോ ഹാസ് ബീൻ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് ആൾക്കാർ അറിഞ്ഞെങ്കിൽ, ടു ബി നോൺ എന്നാണ് അർത്ഥം. സീ ദ ലൈറ്റ് ഓഫ് ഡേ എന്നർത്ഥം. ഓക്കെ, ഇഡിയമാണ്, മറക്കണ്ട. രണ്ടാമത് ഇൻഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബലം എന്ന് നമ്മൾ പറയില്ലേ, അല്ലെ? പ്ലൂറൽ നൗൺ കൊണ്ട് ഫോഴ്സസ് നമ്മൾ പറയില്ലേ. ആർമി ഒഫീഷ്യൽസിൻ്റെ ഫോഴ്സസ് പറയില്ലേ, അല്ലേ? ആർമി എന്നൊക്കെ പറയും, ഫോഴ്സിന് എന്നൊക്കെ പറയില്ലേ. അത് ആർമി സോൾജേഴ്സ് എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ ഫോഴ്സസ്. അല്ലാതെ ഫോഴ്സ് ബലം പ്രയോഗിക്കുക എന്നുള്ള ഫോഴ്സ് ഒന്നുമുണ്ട്. ഫോഴ്സ് ചെയ്യുക വേർബും ഉണ്ട്. പക്ഷേ ഇൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംതിങ് ഈസ് ഇൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് ഈസ് ബീൻ യൂസ്ഡ്, ഉപയോഗിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്ലൈ ചെയ്യുക ഓർ യൂസ് ചെയ്യുക ഓർ യൂസ് ചെയ്യപ്പെടുക, ദാറ്റ് ഈസ് ഇൻഫോഴ്സ്. ഫ്രേസ് ആണ്. ഇൻഫോഴ്സ് മീൻസ് ബീങ് യൂസ്ഡ് ഓർ അപ്ലൈഡ്. അതാണ് ഇൻഫോഴ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓൾറൈറ്റ്, ഓർത്ത് വെച്ചോണേ. അതുപോലെ പഠിക്കുന്ന പോലെ സെൻറ്റൻസ് മേക്ക് ചെയ്ത് പോവാം കേട്ടോ. തുടക്കം തന്നെ നിങ്ങൾ ഉഴപ്പാതെ തുടക്കം തന്നെ എന്ത് ചെയ്യുക? സെൻറ്റൻസ് മേക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ കറക്റ്റ് ചെയ്ത് പോവാം. അടുത്ത നോക്കിയേ, ഇന്നലെ ഉണ്ടായിരുന്ന അതേ ഫ്രേസൽ വെർബാണ് സെറ്റപ്പ്. സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലേ? ഒരു കാര്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, നിലവിലോട്ട് കൊണ്ടുവരിക, അല്ലേ? ഇത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കാം, അല്ലേ? കെട്ടിപ്പിടുത്തുക എന്നൊക്കെ പറയില്ല, അതാണ്. സോ സെറ്റപ്പ് ചെയ്യുക. ഓർഗനൈസേഷനൊക്കെ സെറ്റപ്പ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ബിൽഡിംഗ് സെറ്റപ്പ് ചെയ്യുക എന്നൊക്കെ പറയില്ല. ഓഫീസ് സെറ്റപ്പ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതാണ് സെറ്റപ്പ്. അടുത്ത് ലുക്ക് അറ്റ്. ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലുക്ക് ചെയ്യാൻ നോക്കുകയാണ്. ലുക്ക് അറ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലുക്ക് സംതിങ് എന്ന് പറഞ്ഞാൽ ലുക്ക് ദാറ്റ്, ലുക്ക് ഹിം എന്നൊക്കെ പറഞ്ഞാൽ എന്നാ അർത്ഥം? അത് സംതിങ് ഡിഫറെൻ്റ് ആണ്. ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലുക്ക് അറ്റ് സംതിങ് എന്ന് പറഞ്ഞ അർത്ഥം തിങ്ക് അബൌട്ട്. ലെറ്റ് മീ ലുക്ക് അറ്റ് ഇറ്റ് വൺസ്. ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് ആലോചിക്കട്ടെ കേട്ടോ. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ലെറ്റ് മീ കണ്ടംപ്ലേറ്റ് ഓൺ ഇറ്റ്. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാമേ. അപ്പം ഒരു കാര്യത്തെപ്പറ്റി നമ്മളോട് ഒരാൾ ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെക്കുമ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ, ലെറ്റ് മീ കൺസിഡർ ദാറ്റ്. ഞാനൊന്ന് കൺസിഡർ ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഒന്ന് കൺസിഡർ ചെയ്യുക, അതായത് ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ ലുക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ. കൺസിഡർ ചെയ്യുക ഓർ തിങ്ക് അബൌട്ട് ഓർ കണ്ടംപ്ലേറ്റ്, അതാണ് ലുക്ക് അറ്റ് എന്ന ഫ്രേസൽ വേർബിൻ്റെ മീനിങ്. പഠിച്ചിട്ടുള്ളതാണ്, പുതിയതൊന്നുമല്ല. അടുത്തത് സ്ട്രൈക്ക് എ ബ്ലോ. സ്ട്രൈക്ക് എ ബ്ലോ എന്ന് പറഞ്ഞാൽ ഡു സംതിങ് ടു ഫൈറ്റ് ഫോർ ഓർ എഗൻസ്റ്റ് സംതിങ്. സ്ട്രൈക്ക് എ ബ്ലോ എന്ന് പറഞ്ഞൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്, ഇഡിയമാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മളൊരു കാര്യം ചെയ്യുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഫൈറ്റ് ചെയ്യാൻ. എന്തെങ്കിലും നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ഇൻജസ്റ്റിസിനെതിരെ, ഇൻജസ്റ്റിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈറ്റ് ഫോർ സംതിങ്, ഫൈറ്റ് ഫോർ ഫ്രീഡം, അല്ലെങ്കിൽ ഫൈറ്റ് അഗൻസ്റ്റ് ഡിപ്രഷൻ, ഫൈറ്റ് അഗൻസ്റ്റ് ഒപ്രഷനെതിരെ, റിപ്രഷനെതിരെ, അല്ലെങ്കിൽ ഇനിക്വാളിറ്റിക്കെതിരെ ഫൈറ്റ് അഗൻസ്റ്റ് ചെയ്യുക. ഫൈറ്റ് അഗൻസ്റ്റ്, ഒന്നെങ്കിൽ ഒന്നിനെതിരെ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക, എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുക. രണ്ടിനെ നമുക്ക് പറയാം സ്ട്രൈക്ക് എ ബ്ലോ എന്ന് പറയാം
കേട്ടോ. സ്ട്രൈക്ക് എ ബ്ലോ എന്ന് പറയാം. ഇന്ന് നമുക്ക് പറയാം ദ കോർട്ട് ഹാസ് സ്ട്രക്ക് എ ബ്ലോ ഫോർ ഇക്വാളിറ്റി എന്ന് പറയാം. ഇക്വാളിറ്റിക്ക് വേണ്ടി അല്ലേ, സെക്സ് വർക്കേഴ്സിന് ഇക്വാളിറ്റി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തൊരു വിധിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നോക്കാം. യെസ്, ഗുഡ് മോർണിംഗ്. Good morning, people. The project must see the light of the day and it will benefit for Vanda. It will benefit common people. It will help benefit എന്ന അഡ്വാൻറ്റേജ് ആവും. ബെനിഫിറ്റ് ഫോർ വേണ്ട. ബെനിഫിറ്റ് ഫോർ വരുന്ന എപ്പോഴാണെന്ന് അറിയാവോ? പാർവതി ബെനിഫിറ്റ് ഒരു ട്രാൻസിറ്റീവ് വേർബാണ്. ബെനിഫിറ്റ് ഫോർ വരുന്ന എപ്പോഴാണ്? ബെനിഫിറ്റ് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ. ഇവിടെ പാർവതി ഉപയോഗിച്ചിരിക്കുന്നത് ബെനിഫിറ്റ് ആസ് എ വേർബാണ്. വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇറ്റ്സ് എ ട്രാൻസിറ്റീവ് വേർബ്. ഇറ്റ് വിൽ ബെനിഫിറ്റ് ദ പീപ്പിൾ. ഇറ്റ് വിൽ ബെനിഫിറ്റ് ദ എൻവയൺമെന്റ് എന്നുള്ളത് കേട്ടോ. യെസ്, എ ക്രിമിനൽ കെൻ നോട്ട് ബി പണിഷ്ഡ് ഇൻ എ വേ വിച്ച് ഇസ് നോട്ട് ഇൻ ഫോഴ്സ്. യെസ്, നിയമം അല്ലേ, നടപടി ഇല്ലാത്തൊരു നിയമം വെച്ച് നമുക്ക് അതിനെ ശിക്ഷിക്കാൻ പറ്റില്ല. ഗ്രേറ്റ്. ദ ക്ലാസ്സസ് പ്രൊവൈഡഡ് ബൈ ടീച്ചേഴ്സ് ആർ എൻഫോഴ്സ്ഡ് ബൈ സ്റ്റുഡൻസ്. ഓക്കെ, ആർ ബീൻ യൂസ്ഡ് ബൈ സ്റ്റുഡൻസ്. ഓക്കെ, ഓൾ റൈറ്റ്. വൺ ഡേ ഡെഫിനറ്റ്ലി ട്രൂത്ത് വിൽ സീ ദ ലൈറ്റ് ഓഫ് ഡേ. ഓക്കെ, അപ്പോൾ ആ ഡെഫിനറ്റ്ലി അവസാനം കൊണ്ടിട്ടാ വെർബ് ഇൻ സെൻറ്റൻസിൻ്റെ അവസാനം. കാരണം നമ്മൾ അഡ്വർബ് ഓഫ് മാനർ സെൻറ്റൻസിൻ്റെ അവസാനമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതായത് വേർബൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം വൺ. അപ്പോൾ ട്രൂത്ത് വെളിച്ചം കാണുമെന്നല്ല പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം വൺ ഡേ ട്രൂത്ത് വിൽ സീ ദ ലൈറ്റ് ഓഫ് ഡേ ഡെഫിനറ്റ്ലി. ഓക്കെ, അങ്ങനെ കൊടുക്കണം കേട്ടോ പ്രവി. ഓക്കെ, യെസ്. അടുത്ത് നോക്കിയേ, ഡു അവേ വിത്ത്. എക്സാമിന് ഞാൻ പറയാം, കഴിഞ്ഞ വർഷം SSC CGL എക്സാമിന് വന്ന ഒരു ചോദ്യമാണ് ഡു അവേ വിത്ത്. ഡു അവേ വിത്ത് എന്ന ഒരു ഫ്രേസൽ വേർബ്. യെസ്, ഡു അവേ വിത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അബോളിഷ് ചെയ്യുക, അല്ലെങ്കിൽ പുട്ട് ആൻ എൻഡ് ടു സംതിങ്. ഒരു കാര്യത്തിന് നമ്മൾ ഡു അവേ വിത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിനെ നമ്മൾ നിർത്തലാക്കി, ഇപ്പോൾ അത് ഉപയോഗിക്കാറില്ല. പുട്ട് ആൻ എൻഡ് ടു സംതിങ്, റിമൂവ് ചെയ്യുക, അബോളിഷ് ചെയ്യുക, ഓർ പുട്ട് ആൻ എൻഡ് ടു സംതിങ്. അതാണ് നമ്മുടെ ഡു അവേ വിത്ത് എന്ന് പറയാം കേട്ടോ. പുട്ട് ആൻ എൻഡ്, അബോളിഷ് അല്ലെങ്കിൽ റിമൂവ് എന്നൊക്കെ അർത്ഥമാണ് ഉള്ളത്. ഓർത്ത് വെച്ചോണ്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഉണ്ട്, ഇതുപോലെ തന്നെ 6 ഇനിയും ഉണ്ട് കേട്ടോ. സീ ദ ലൈറ്റ് ഓഫ് ഡേ, ഇൻഫോഴ്സ്, സെറ്റ് അപ്പ്, ലുക്ക് അറ്റ്, സ്ട്രൈക്ക് എ ബ്ലോ, ഡു അവേ വിത്ത്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നോക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ്. ലിവ് ഓഫ്. നോക്കിയേ, ലിവ് ഓഫ്. ലിവ് ഓഫ് എന്ന് പറഞ്ഞാൽ ലിവ്, ജീവിക്കുക. ലിവ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ സംബഡി ഓർ സംതിങ്. നമ്മൾ ലിവ് ഓഫ്, ഹി ലിവ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിവ് ഓഫ് വിത്ത് ദ റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ റിസോഴ്സസിനെയാണ്. ഓക്കെ, അപ്പോൾ ലിവ് ഓഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ഡിപ്പെൻഡ് ഓൺ സംബഡി. ആരെ ഡിപ്പെൻഡ് ചെയ്യാറാകാം, അല്ലെങ്കിൽ എന്തിനേലും ഡിപ്പെൻഡ് ചെയ്യാനാകാം. രണ്ടുമുണ്ട് കേട്ടോ, ഓർത്തോണം. ബ്യൂട്ടി കോൺഷ്യസ് പീപ്പിൾ ഓൾവേസ് ഇൻഫോഴ്സ് സൺസ്ക്രീൻ ഇൻ ദർ ഫേസസ്. ഇല്ല അല്ല. ഇൻഫോഴ്സ് ഫ്രേസ് ആണ്, ഫ്രേസൽ വേർബ് അല്ല. ഇൻ എന്നുള്ളത് പ്രൊപ്പോസൽ ഫ്രേസാ. ഇൻഫോഴ്സ് എന്ന് പറയുന്നത് പുറത്തോട്ട് വരിക, ഉപയോഗപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്ന ഈ യൂസേജ്. ഇത് അപ്ലൈ ചെയ്യുക ആ അർത്ഥമല്ല. അങ്ങനെ ആകുമ്പോൾ അതിന് ഇങ്ങനെ കൊടുക്കണം. ആദ്യത്തെ ഓൾവേസ് അപ്ലൈ സൺസ്ക്രീൻ തന്നെ വരണം കേട്ടോ. സ്റ്റാമ്പ് ഔട്ട്. അത് തന്നെ. ഇന്നലെ സ്റ്റാമ്പ് ഔട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം. ഓ യെസ്, സ്റ്റാമ്പ് ഔട്ട്, ഡു അവേ വിത്ത്. യെസ്. വീക്കർ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻ സൊസൈറ്റി ഓൾവേസ് സ്ട്രൈക്കിന്റെ പാസ്റ്റൻസ് എന്താ? സ്ട്രക്ക് കേട്ടോ. സ്ട്രൈക്കിന്റെ പാസ്റ്റൻസ് സ്ട്രക്ക് ആണ്. അതിൽ KE അരുതി CK, സ്ട്രക്ക് കേട്ടോ. സ്ട്രക്ക്. ഓക്കെ, ബിക്കോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഓൾവേസ് സ്ട്രക്ക് അല്ല, സ്ട്രൈക്ക്. അവിടെ ഓൾവേസിന്റെ കൂടെ പിന്നെ സ്ട്രൈക്ക് അല്ല വരത്തുള്ളൂ, പ്രസന്റൻസ് അല്ല വരത്തുള്ളൂ. സ്ട്രക്ക് എന്ന പാസ്റ്റൻസ് വരുമോ? ഇല്ല കേട്ടോ. അത് പാസ്റ്റൻസും അല്ലെങ്കിൽ V3 ആണെങ്കിൽ ഇത് തന്നെ, പാർട്ടിസിപ്പിൾ ഫോമും സ്ട്രക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കാം, വീക്കർ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ഇൻ സൊസൈറ്റി ഓൾവേസ് സ്ട്രക്ക് അല്ല, സ്ട്രൈക്ക് കേട്ടോ. സ്ട്രൈക്ക് എ ബ്ലോ ടു ഈവിൾ ഓഡ്സ് faced by them. Okay, to set up goodwill in our society is a difficult task. Yes, it is. Okay, the government of Kerala set up a new taxation policy. Past tense alla set up, correct. Additional, if sex work had enforced legal avada tetti had ennu parayunnathu V3 form ആണെങ്കിൽ അതിനുശേഷം past participle formulation വരണം അല്ലേ? സോറി, ഹാഡിൻ്റെ കൂടെ, ഹാഡ് എന്ന ഇതിൻ്റെ കൂടെ ഓക്സിലറി വേർബിൻ്റെ കൂടെ പിന്നെ വരേണ്ടത് V3 ഫോമാണ്. ഹാഡ് അല്ലേ? അപ്പം എന്ത് കൊടുക്കണം? ഇങ്ങനെ കൊടുത്താൽ മതി. ഹരിക്ക് അങ്ങനെ എന്ത് കൊടുക്കാം? ഇഫ് സെക്സ് വർക്ക് ഹാഡ് ബീൻ ഇൻ ഫോഴ്സ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. ഒന്നുകൂടി പറയാം. ഇഫ് സെക്സ് വർക്ക് ഹാഡ് ബീൻ ഇൻ ഫോഴ്സ് ലീഗലി, ക്രൈംസ് ഇൻ സെക്സ് വുഡ് ഹാവ് മിറ്റിഗേറ്റഡ്
ഓൺ സൊസൈറ്റി അല്ല ഇൻ സൊസൈറ്റി. സൊസൈറ്റിയുടെ മേലെ എന്നല്ല, സൊസൈറ്റിയിൽ കുറഞ്ഞേനെ എന്നാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇഫ് സെക്സ് വർക്ക് had been in force, the crimes in sex അല്ലെങ്കിൽ സെക്സ് ക്രൈംസ് അങ്ങനെ കൊടുക്കാം, സെക്സ് ക്രൈംസ് ഓർ സെക്ഷുവൽ ക്രൈംസ് വുഡ് ഹാവ് മിറ്റിഗേറ്റഡ് ഇൻ സൊസൈറ്റി. ഓക്കെ, യാ. ആദ്യത്തെ മീ ഓൾവേസ് ലിവ്സ് ഓഫ് ആണല്ല. മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് കേസ് ആണ്. നമുക്ക് ഐ വേണം. സബ്ജക്റ്റ് ഏതാ? ഐ ഓൾവേസ്. മീ ഈസ് ഒബ്ജക്റ്റീവ് കേസ്. ഒബ്ജക്റ്റീവ് കേസ് ഒരിക്കലും സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരില്ല. സബ്ജക്റ്റ് അല്ലേ സബ്ജക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. സബ്ജക്റ്റ് കേസ് ഉണ്ടല്ലോ പ്രൊനൗൺ ഐ ഓൾവേസ് ലിവ്സ് ഓഫ് വരില്ല അവിടെ, ലിവ് ഓഫ്. ഐയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ വേർബ് ഉപയോഗിക്കാം. അല്ലെ പിന്നെ റിസർവേഷൻ ഉള്ളത്, ഐക്ക് റിസർവേഷൻ ഉള്ളത് ബി ഫോർമുലേഷൻ വരത്തില്ല. ഐ ആം പാസൻസിൽ വാസ് ആണ്. സോ I always live off my parents before getting a job. Okay? അടുത്ത നോക്കിയേ, ബോൾ ഇസ് ഇൻ വൺസ് കോട്ട്, ബോൾ ഇസ് ഇൻ യുവർ കോട്ട്. ഇപ്പോൾ നിന്റെ കയ്യിലാണ് പന്ത് അല്ലെ, നിനക്ക് തീരുമാനിക്കുന്നത്. യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ഡീൽ വിത്ത് പ്രോബ്ലം ഓർ യു ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. നീയാണ് ഇനി ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ യു ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. അതാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് വൺസ് റെസ്പോൺസിബിലിറ്റി. കേട്ടോ, ബോൾ ഇസ് ഇൻ യുവർ കോട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലാണ് റെസ്പോൺസിബിലിറ്റി. ഈ പറഞ്ഞ ആളാരാ? ബോൾ ഇസ് ഇൻ യുവർ കോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഇവിടെ ഇതുപോലെ ഓർത്ത് വെച്ചോണം കേട്ടോ. യുവർ കോട്ട് എന്നാണെങ്കിൽ ഇതിനെ റിപ്ലേസ് ചെയ്യാം, യോർ എന്ന് നമുക്ക് റിപ്ലേസ് ചെയ്യാം കേട്ടോ. ബോൾ ഇസ് ഇൻ യുവർ കോട്ട്, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിന്റെ ഉത്തരവാദിത്വമാണ്. നീ തീരുമാനിക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇറ്റ് ഈസ് യു ഹൂ ഈസ് സപ്പോസ് ടു ടേക്ക് എ ഡിസിഷൻ. ഇറ്റ് ഈസ് യു ഹൂ ഈസ് സപ്പോസ് ടു ഡീൽ വിത്ത് പ്രോബ്ലം ഓർ ഡീൽ വിത്ത് ഇഷ്യൂ എന്നുള്ള അർത്ഥം. അടുത്ത ഡ്രോ അപ്പ്. ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലീഗൽ ഇതിൽ നമ്മൾ ഫോമൽ വേയിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോമുലേറ്റ് ചെയ്യാന്നൊരു അർത്ഥമുണ്ട് അല്ലേ, ഫോമുലേറ്റ് ചെയ്യാന്ന് അർത്ഥമുണ്ട്. അല്ലെങ്കിൽ പുട്ട് ടു ഹോൾട്ട്, നിർത്തുക, സ്റ്റോപ്പ് ചെയ്യാന്നൊരു അർത്ഥമുണ്ട്. രണ്ടിനും ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് ആണ് അല്ലേ. ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ നടപ്പാക്കുക എന്നാണ്, സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ നിർത്തലാക്കുക എന്നാണ് അല്ലേ. അപ്പം ഈ ഡ്രോപ്പിന് രണ്ട് മീനിങ്ങും ഉണ്ട്, ഫോമുലേറ്റ് ചെയ്യാന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യാന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫോമുലേറ്റ് ചെയ്യുന്നുള്ള ഡ്രോപ്പിൻ്റെ മീനിങ് ആണ്. ഓക്കെ, അടുത്തത് ഗിവ് അപ്പ്. ഇന്നലെയും ഗിവ് അപ്പ് ഉണ്ടായിരുന്നു, ഇന്നും ഗിവ് അപ്പ് ഉണ്ട്. ഗിവ് അപ്പ് മീൻസ് സറണ്ടർ ചെയ്യാം അല്ലേ. നമ്മൾ എന്താ പറയുക, അടിയറവ് പറയുക, ഗിവ് അപ്പ് അല്ലെങ്കിൽ ലീവ് ചെയ്യാം. വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല, വിട്ടുകളയാം. നെവർ ഗിവ് അപ്പ്, ക്വിറ്റ് ചെയ്യുക അല്ലേ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടുകളയാന്നല്ല, എന്താ പറയുക, ക്വിറ്റ് ചെയ്യുക, അതാണ് ക്വിറ്റ് ചെയ്യുക. അടുത്തത് പുട്ട് ഇൻ പ്ലേസ്. ഒരു കാര്യം പറയില്ലേ, ദ ലോ ഈസ് ടു ബി പുട്ട് ഇൻ പ്ലേസ്. ലോ എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലേ. ദ ലോ ഈസ് പുട്ട് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാലും കറക്റ്റാ. ലോ ഇംപ്ലിമെന്റ് ചെയ്തു എന്നും പറയാം. പുട്ട് ഇൻ പ്ലേസ് മീൻസ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ഇംപ്ലിമെന്റ് ചെയ്യാം. We will face a lot of turmoil in our life, even though we won't give up our ambitions. അങ്ങനെയല്ല, അവിടെ ഇവൻ തോ വരില്ല. പ്രവി ഉദ്ദേശിച്ച എന്നിരുന്നാലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല, എന്നാലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നല്ലേ. അപ്പം എങ്ങനെ കൊടുക്കണമെന്ന് അറിയാം. വി വിൽ ഫേസ് എ ലോട്ട് ഓഫ് ടേർമോയിൽ ഇൻ അവർ ലൈഫ്, യെറ്റ് വി മസ്റ്റ് നോട്ട് ഗിവ് അപ്പ്. നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ലേ പ്രവി ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ വോണ്ടും വരരുത്. വി മസ്റ്റ് നോട്ട് ഗിവ് അപ്പ് അവർ അംബീഷൻസ്. നമ്മൾ അംബീഷൻസ് വിട്ടുകളയാൻ പാടില്ല. വന്നാലും, അല്ലെങ്കിൽ ഇവൻ ദോ എവിടെ വരേണ്ടതെന്നറിയോ, ഇവൻ ദോ മറ്റേ ഫേസിൽ വന്നാൽ കറക്റ്റാ, മറ്റേ ഫ്രേസിൽ വന്നാൽ കറക്റ്റാ. ഇവൻ ദോ വി ഫേസ്, അല്ലെങ്കിൽ ഇവൻ ദോ വി വിൽ ഫേസ് എ ലോട്ട് ഓഫ് ടേർമോയിൽ ഇൻ അവർ ലൈഫ്, വി മസ്റ്റ് നോട്ട് ഗിവ് അപ്പ് അവർ അംബീഷൻസ് എന്നാലും കറക്റ്റാ കേട്ടോ. അപ്പോൾ പ്രവിക്ക് രണ്ട് രീതിയിൽ അതിനെ എടുക്കാം. ഇൻഡിജിനസ് പീപ്പിൾ ലിവ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഫോർ ദെയർ ലൈവ്ലിഹുഡ്. യെസ്, they do. Yeah, never give up. It's high time I should do away with the habit of living off my husband. അശ്വതി, സംഭവം സെറ്റാണ് സെൻറ്റൻസിൽ, പക്ഷേ ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ട്. ഇറ്റ്സ് ഹൈ ടൈം, ഇറ്റ്സ് ടൈം, ഇറ്റ്സ് അബൌട്ട് ടൈം ഒക്കെ ശേഷം അടുത്തൊരു ക്ലോസ് ഉണ്ട്. അടുത്ത ക്ലോസ് ഉണ്ടല്ലോ, അടുത്ത സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഷുഡ് വരാൻ പാടില്ല. എന്ത് കൊടുക്കണം? ഇറ്റ്സ് ഹൈ ടൈം ഐ ഡിഡ് അവേ വിത്ത് ദ ഹാബിറ്റ് ഓഫ് ലിവിങ് ഓഫ് മൈ ഹസ്ബൻഡ്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് V2 വരണം. ഇറ്റ്സ് അബൌട്ട് ടൈം, ഇറ്റ്സ് ഹൈ ടൈം, ഇറ്റ്സ് ടൈം എന്നതിനൊക്കെ ശേഷം അടുത്ത ക്ലോസ് വരുവാണെങ്കിൽ ആ സബ്ജക്റ്റിന് ശേഷം വരുന്ന വേർബ് എപ്പോഴും V2 ആയിരിക്കണം. അത് ടെൻസിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു യൂസേജ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. The most awaiting notification has come. Now, ball is in your court. Yes, great. I cannot give up this marriage. All right. Gangubai struck a blow against the society or for the society. Then she gained privileges to sex workers. അങ്ങനെ കേട്ടോ പാർവതി. Never give up until our dreams are achieved. Yes, Megha. It is very easy to give up in life. Yes. But
to overcome the challenges is difficult. അല്ലേ? ശരിയാണ്. ഗിവ് അപ്പ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ഓവർകം ചെയ്യാൻ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. യു ഹവ് ബീൻ ഹെൽപ്പിംഗ് ടു ബിൽഡ് മൈ വേൾഡ് എനോമസ്ലി എന്ന് പറഞ്ഞാൽ എൻ്റെ ലോകം ബിൽഡ് ചെയ്യാൻ എനോമസ്ലി ഹെൽപ്പ് ചെയ്യുക എന്നല്ലേ? അതെ. യു ഹാവ് ബീൻ ഹെൽപ്പിംഗ് മീ, ഒബ്ജക്റ്റീവ് കൊടുക്കണം. യു ഹാവ് ബീൻ ഹെൽപ്പിംഗ് മീ ടു ബിൽഡ് മൈ വേൾഡ് എനോമസ്ലി. കറക്റ്റാ. എൻ്റെ ലോകം ബിൽഡ് ചെയ്യുന്ന ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ. ഓക്കെ. ലോകം ബിൽഡ് ചെയ്യാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, യു ഹാവ് ബീൻ ഹെൽപ്പിംഗ് ടു ബിൽഡ് ദ വേൾഡ്. യു ഹാവ് ബീൻ ഹെൽപ്പിംഗ് അ ലോട്ട് ടു ബിൽഡ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ മതി. ആ മൈ വേൾഡ് എന്ന എൻ്റെ വേൾഡ്, വെറും വേൾഡ് കൊടുത്താൽ ദ വേൾഡ് കൊടുത്താൽ ലോകത്തിന് ബിൽഡ് ചെയ്യാൻ നീ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതല്ല വേണ്ടേ? ലോകം വളരെ വലുതാക്കാൻ എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. യു ഹാവ് ബീൻ ഹെൽപ്പിംഗ് അ ലോട്ട് ടു enlarge the world എന്ന് കൊടുക്കാം. expand the world എന്ന് കൊടുക്കാം. enlarge, expand the world എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നിമിക്ക് ക്ലിയർ ആയോ? യെസ്. ഗിവ് അപ്പ്, ഗിവ് ഇൻ. യെസ്. അടുത്ത് നോക്കിയോ, ഗിവ് വേ. വഴിയൊരുക്കുക എന്നൊക്കെ പറയില്ലേ? വഴിയൊരുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു വഴി ഒരുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? മറ്റൊരാൾക്ക് വഴി കൊടുത്ത് നമ്മളങ്ങ് മാറിക്കൊടുക്കുവാണ്. സോ ദാറ്റ് മീൻസ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ സംബഡി or you are being replaced by somebody. So give way എന്ന് പറഞ്ഞാൽ be replaced by. Give way എന്ന് പറഞ്ഞാൽ be replaced by. ഓർത്ത് വെച്ചോണേ, be replaced by. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ടോ നമ്മൾ 12 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒരുമിച്ച് അതുകൊണ്ട് കേട്ടോ. സോ ലിവ് ഓഫ് ഓർക്കുക, ബോൾ ഈസ് ഇൻ വൺസ് കോട്ട് നോക്കുക, അതുപോലെ തന്നെ ഗിവ് അപ്പ് നോക്കുക, പുട്ട് ഇൻ പ്ലേസ് നോക്കുക, ഗിവ് വേ കൊടുക്കുക കേട്ടോ. യെസ്, ഒന്ന് നോക്കണേ. ഫോർബെറൻസ് മീനിങ്ങോ? ഫോർബെറൻസ് ബെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ജിഷ്ണു? ബെയർ ചെയ്യുക, ടോളറേറ്റ് ചെയ്യുക, എൻഡ്യൂർ ചെയ്യുക. അപ്പോൾ എൻഡ്യൂറൻസ്, ടോളറൻസ് ഇല്ലേ, അതാണ് ഫോർബെറൻസ് കേട്ടോ. സഹനം, അതാണ് ഫോർബെറൻസ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ടോളറൻസ് അല്ലെങ്കിൽ പേഷ്യൻസ്. ഇത്ര നാളെ ഞാൻ സഹിച്ചു എന്നൊക്കെ പറയില്ല അത്. ഓക്കെ, വി ഹാവ് എ ലോട്ട് ഓഫ് stringent laws but court of law. ഓക്കെ, കോർട്ട് ടി വിട്ടു അല്ലേ? court of laws അല്ല, courts of law. പ്ലൂറൽ കൊടുക്കണമെങ്കിൽ courts of law എന്ന് കൊടുക്കണം കേട്ടോ. courts of law are not put in place അല്ല, but court of laws didn't put courts of laws don't put these laws in place. ഓക്കെ, അപ്പോൾ പുട്ട് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? പുട്ട് സംതിങ് ഇൻ പ്ലേസ്. എന്താ? ലോസ് ഇവിടെ കൊടുത്തോ, സബ്ജക്റ്റ് ഇവിടെ കൊടുക്കുക, പുട്ട് സംതിങ് ഇൻ പ്ലേസ് കേട്ടോ. അപ്പോൾ പുട്ട് സംതിങ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അടുത്ത, ഫീമെയിൽസ് മാരിങ് ബിഫോർ ഗെറ്റിംഗ് ജോബ് ഓഫൺ ലിവ്സ് ഓഫ്. ലിവ്സ് ഓഫ് വാട്ട്? ലിവ്സ് ഓഫ് ആര്? ലിവ്സ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ്, ലിവ്സ് ഓഫ് ദ സ്പൗസ്, അങ്ങനെ കൊടുക്കാം കേട്ടോ. ലിവ്സ് ഓഫ് ദ സ്പൗസ് കൊടുത്തോ, അപ്പോൾ കൊടുക്കുകയാണ്. ഫീമെയിൽസ് മാരിങ് ബിഫോർ ഗെറ്റിംഗ് എ മാരേജ് ജോബ് ഓഫൺ ലിവ്സ് ഓഫ് ദെയർ സ്പൗസ് എന്ന് കൊടുക്കുക. ഷമാസെ അവിടെ ഒബ്ജക്റ്റ് വേണം. ലിവ്സ് ഓഫ് ആരെ? ഒബ്ജക്റ്റ് വേണ്ടേ? എന്ന് പറയാം കേട്ടോ. ഇറാഖ് ഡ്രൂ അപ്പ് എ ന്യൂ ലോ വിച്ച് ലിവ് ഓഫ് അല്ല, ലോ അല്ലേ? അപ്പം വിച്ച് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞാൽ ഹരി? വിച്ച് ലിവ്സ് ഓഫ് വേണ്ടേ അല്ലേ? ഇറാഖ് ഡ്രൂ അപ്പ് എ ന്യൂ ലോ ഇംപ്ലിമെന്റ് ചെയ്തു അല്ലേ? വിച്ച് ലിവ്സ് ഓഫ് Iraq Israel issue. Depend on Iraq Israel issue. Okay, Parliament draws up legislations against violence and harassment faced by women and children, and what? And laws were put in place. കൊടുക്കാം. അല്ലെങ്കിൽ and എന്താണ് പറയണ്ടേ? they put laws in place എന്ന് കൊടുത്തു. എന്നാലും കറക്റ്റാ. താഹിറ, ഗുഡ് മോർണിംഗ്. ഓൾ റൈറ്റ്, അപ്പോഴാണ് അത് കറക്റ്റ് ആവുക കേട്ടോ. മൂവിങ് ഓൺ, നമുക്ക് നേരെ നമ്മുടെ മറ്റ് വേർഡ്സിലോട്ട് പോയാലോ? എല്ലാവരും വേർഡ്സിലോട്ട് പോയാലോ? അപ്പോൾ മെനി ഫാമിലീസ് ആർ ലിവിങ് ഓഫ് ബൈ ദ ഇൻകം ഓഫ്, ബൈ വേണ്ട, ലിവിങ് ഓഫ് ദ ഇൻകം ഓഫ് പറ്റേണൽ ഫാമിലി ആണോ? അച്ഛൻ്റെ ഫാമിലി എന്നാണോ? പറ്റേണൽ ഫാമിലീസ്, പറ്റേണൽ. ഓക്കെ താഹിറ, അതോർക്കുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണ്, ഇടിയുമൊക്കെ മനസ്സിലായെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്ടേ പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. മൂവിങ് ഓൺ ടു ദ അതർ വേർഡ്സ്. മറ്റ് വേർഡ്സിലോട്ട് പോകട്ടെ നമുക്ക്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം,
നമ്മൾ ഒരുപാട് നാളെ നമ്മൾ എഡിറ്റോറിയൽ സെഷൻ നിങ്ങൾ ചെയ്യുമല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഒരുപാട് എക്സാംസിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെഷനാണ്. അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ട് ഡേറ്റിന്. ഞാൻ എഴുതിയപ്പോൾ ഞങ്ങൾ ടൈം ഇട്ടപ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ടെക്നിക്കൽ ടീമിന് വന്നു. അതല്ലാതെ ഇന്ന് 28-ാം തീയതിയാണ് അല്ലേ. ഇന്ന് 28-ാം തീയതി മുതൽ നമ്മളൊരു പുതിയൊരു സീരീസ് മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആ സീരീസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ SSC എക്സാംസും ബാങ്ക് എക്സാംസിനും ഡിഫറൻസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ആൻഡ് ഹൗ ക്യാൻ വി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഓറിയൻറ്റേഷൻ പോലെ ഇന്നും നാളെയും നമ്മൾ സൂം ഇവൻറ്റ് 9 o'clock കണ്ടക്ട് ചെയ്യാണ് ഞങ്ങൾ 5 പേരും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ സീരീസിൻ്റെ പ്രത്യേകത ബാങ്ക് എക്സാംസിനും അതുപോലെ SSC എക്സാംസിനും വരുന്ന മാത്ത്, റീസണിങ് ആൻഡ് ഇംഗ്ലീഷ്, ഈ 3 സബ്ജക്റ്റുകളുടെ യൂസേജ് എങ്ങനെയാണ്, ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ വരുന്നത്, ആൻഡ് എങ്ങനെയാണ് SSCയിലെ ക്വസ്റ്റൻസ് വരുന്നത്, എങ്ങനെയാണ് ബാങ്കിൽ ക്വസ്റ്റൻസ് വരുന്നത്, അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയി ഡിസ്കഷൻ ആൻഡ് ഹൗ ടു പ്രാക്ടീസ് ആൻഡ് ഹൗ ടു പ്രിപ്പയർ ഫോർ ഇറ്റ്, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സീരീസ് ഇറക്കുകയാണ്. സീരീസിൻ്റെ പേര് ഇതാണ് അഡ സൂപ്പർ ലീഗ് ASL. അപ്പോൾ ASL എടുത്തൊരു കോമ്പറ്റീഷനാണ് കേട്ടോ. കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ മുതലാണ്. നിങ്ങളെല്ലാവരും പറഞ്ഞ സ്റ്റുഡൻസിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കോമ്പറ്റീഷനാണ്. ഇറ്റ്സ് ലൈക്ക് എ ഗെയിം ഷോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ബി ലൈവ്, പരമാവധി ആൾക്കാരെ ലൈവിൽ കൊണ്ടുവരിക, ബി ആക്റ്റീവ്. മൺഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വീക്ക്ലി 3 ക്ലാസ്സുകൾ ഉണ്ടാവും. ഈ 3 ക്ലാസ്സുകളും ലൈക്ക് എ കോമ്പറ്റീഷൻ. ഇംഗ്ലീഷിൻ്റെ ആണെങ്കിൽ റിമ മിസ്സും ഞാനും തമ്മിലാണ്. അപ്പോൾ മാത്ത് ആണെങ്കിൽ ഗ്രീഷ്മ മിസ്സും കാവ്യ മിസ്സും തമ്മിലാണ്. ആൻഡ് റീസണിങ് ആണെങ്കിൽ സുബിൻ സാറും ഗ്രീഷ്മ നമ്മുടെ കാവ്യ മിസ്സും തമ്മിലാണ്. അപ്പോൾ അങ്ങനെ SSCക്കുള്ള ഒരു സെറ്റും ബാങ്കിനുള്ള ഒരു സെറ്റുമായിട്ട് നമ്മൾ വരുവാണ്. അപ്പോൾ ഇന്ന് രാത്രി അതായത് 28 മെയ് ഇന്ന് രാത്രി 9 മണിക്ക് നമ്മളിതിൻ്റെ ഈ ഗെയിം ഷോനെ പറ്റി സൂം ഇവൻറ്റുമായിട്ട് രാത്രി വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞുതരാം. ആൻഡ് മൺഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ മൺഡേ മുതൽ നമ്മൾ കൃത്യമായിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. ഇറ്റ്സ് എ കോമ്പറ്റീഷൻ. ഇതിൽ വിന്നേഴ്സായ 5 കുട്ടികൾക്ക്, നമ്മുടെ സ്റ്റുഡൻസ് ലൈവിൽ വരുന്ന 5 കുട്ടികൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. നമ്മൾ ആ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ ആ മോക്ക് ടെസ്റ്റിലെ ഹൈ സ്കോർ കിട്ടുന്ന 5 കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സിൽ തരുവാണ്. അതായത് നമ്മൾ വരുന്ന SSC ബാച്ചിനും വരുന്ന ബാങ്ക് ബാച്ചിനും SBI ക്ലർക്കിൻ്റെ ബാച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരും. അത് മാത്രമല്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, SSC എടുക്കണോ അത് ബാങ്ക് എടുക്കണോ എന്ന് ചൂസ് ചെയ്യുകയും ചെയ്യാം. ദാറ്റ്സ് ഫോർ യു. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഫ്രീ ചോയ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു സെഷൻ തുടങ്ങുകയാണ്. നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് എന്താ പറയുക നമ്മുടെ ഇംഗ്ലീഷ് പ്രോ കോഴ്സ് അവസാനിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇനി പുതിയത് എന്ത് കൊടുക്കണം കുറേ ഇരുന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഓർത്ത് വി ഹാവ് ടു ഡു സംതിങ് അല്ലേ. അപ്പോൾ പ്രാക്ടീസ് സെഷൻസ് ഒരുക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേരെ കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ്. സോ വി ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു ഓൾ ദർ. GK ഇല്ല, GK അടുത്ത സെഷനിൽ വരും. GK അടുത്ത സെഷനിൽ ഞങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് ഇതാണ്. കാരണം ബാങ്കിൻ്റെ GK ഈസ് ഡിഫറെൻ്റ് അല്ലേ. അതിൽ ബാങ്കിങ് ഇൻഷുറൻസ് മേഖല മാത്രമേ ഉള്ളൂ. ബട്ട് SSCക്ക് ആകുമ്പോൾ എല്ലാം ഉണ്ട്, ജോഗ്രഫി എല്ലാം ഉണ്ട്. അപ്പോൾ അത് തമ്മിലൊരു കോമ്പറ്റീഷൻ ഇസ് നോട്ട് ഗുഡ്. അത് പറ്റില്ല, ഇറ്റ്സ് നോട്ട്. അതങ്ങനെ കൊണ്ടുപോകാൻ വളരെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് GA ഇവിടെ കൊണ്ടുവരാത്തത് കേട്ടോ ജിഷ്ണു. നമ്മൾ പക്ഷേ നെക്സ്റ്റ് ഉടനെ ഈ ഒരു സീരീസ് കഴിയുമ്പോൾ അടുത്ത സീരീസുമായിട്ട് വരും. സോ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു ഓൾ. 9 മണിക്ക് വരണം കേട്ടോ, എല്ലാവരും വരണം. റെക്കോർഡ് കാണുന്നവരും ഒന്ന് ആലോചിക്കും 9 മണിക്ക്. ഓക്കെ, എന്ത് ചെയ്യണം, സേവ് ദ ടൈം ആൻഡ് കം. ഓക്കെ, വരാൻ ശ്രമിക്കുക, വരണം. നാളെയുണ്ട്, ഇന്നുണ്ട്, നാളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി തുടങ്ങുന്നു. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നാളെ മുതൽ നമ്മൾ പറയും. ആൻഡ് നമ്മൾ മൺഡേ നമ്മൾ വിൽ സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 15% ഡിസ്കൗണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ Y314 എന്ന കോഡ്, Y314 എന്നതിൻ്റെ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിംസിൻ്റെ 3rd ബാച്ച്, 3ാമത്തെ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 15-ാം തീയതി നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഡിഗ്രി പ്രിംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 7 എക്സാംസ് ഇപ്പോൾ ഉണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളൂ. ഒരെണ്ണോട് ഇനി വരാനുണ്ട്, 8 എണ്ണം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വരാനുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് എക്സാം നടത്തുന്നത്. നിങ്ങൾക്കറിയാം ഡിഗ്രി പ്രിംസിൻ്റെ അല്ലേ. പിന്നെ ഓരോ പോസ്റ്റുകളാണെന്നുള്ളൂ, പക്ഷേ ഒറ്റ എക്സാം ആയിരിക്കും പ്രിലിംസ്. അതിനുശേഷമാണ് നിങ്ങളെ മെയിൻസ്റ്റോട്ട് വിളിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വളരെ വാസ്റ്റ് സിലബസ് ആണ്, പക്ഷെ അത് പഠിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ ഉള്ള കുട്ടികൾ 5 മാസത്തിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇനി സമയമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങി, ജൂൺ മാസം പഠിച്ചു തുടങ്ങി, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഒരു 3 മാസം നിങ്ങൾക്ക് എന്തായാലും കിട്ടും പഠിക്കാനായിട്ട്. ഇപ്പോൾ ഒരു ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബറിൽ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് 3 മാസമാണ് പഠിക്കാനുള്ളത്. ഓർത്ത് നോക്കണം, 3 മാസം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, എന്നിട്ടും വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും വെച്ച് താമസിപ്പിച്ചാൽ നമ്മുടെ പോർഷൻസ് നമുക്ക് തീർക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ. അപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഡിഗ്രി പ്രിംസിന് നിങ്ങൾ സമയം താമസിപ്പിക്കരുത്, വേഗം ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ജൂൺ 15 നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഡിഗ്രി പ്രിംസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, SSCയുടെ CGL, CHSL, MTS. ഒരു കാര്യമോട് ഈ സമയത്തൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഫേസ്ഡ് ആൻഡ് എക്സാമിനേഷൻ പോസ്റ്റ്, അത് 10th, +2, ഡിഗ്രി 11 എക്സാമിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. 13-ാം തീയതി വരെ ഉണ്ട്. ആരെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. കോഴ്സിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് പറ്റിയ പോസ്റ്റ് ആയിരുന്നു. പേഴ്സണൽ അസിസ്റ്റൻ്റ് ഒക്കെ നല്ല പോസ്റ്റാണ്.
ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ജൂൺ 13 നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ അസ്ട്ര ബാച്ചിൻ്റെ. അപ്പോൾ വരിക, ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഇല്ല, ഓൾറെഡി നമ്മൾ മൺഡേ, വെൻസ്ഡേ, അതുപോലെ തന്നെ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ് അസ്ട്ര ബാച്ച്. ബട്ട് ഡിഗ്രി പ്രിംസിൻ്റെ ബാച്ച് നമ്മൾ എല്ലാ ദിവസവും ഉണ്ട്, സൺഡേ മാത്രമേ ഓഫുള്ളൂ. അപ്പോൾ ഓർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാൻ പഠിക്കുക. ഡിഗ്രിക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടില്ല, ഒരു 7 ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ താഹിറ. അപ്പോൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. കാരണം ഒരു ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി മേടിച്ചെടുക്കണം അല്ലേ, അതിന് വേണ്ടി റിഗറസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു പഴയ പാറ്റേണിൽ കുറച്ച് എക്സാം വരുമ്പോൾ പഠിക്കാം, എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നുള്ള വിചാരിച്ചുകൊണ്ടിരുന്ന കയ്യിൽ നിന്ന് പോകും കാര്യം. അപ്പോൾ ഓർത്ത് വെച്ചോളാം. ഓക്കെ, സോ റിമെമ്പർ. അപ്പോൾ കോഡ് ഉപയോഗിക്കാം Y314, Y314 എന്ന കോഡ് ഉപയോഗിക്കാം. Adda247 ആപ്പിലൂടെയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് adda247.com എന്ന വെബ്സൈറ്റിലൂടെ കയറാം. അവിടെ സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് നോക്കുക, അവിടെയാണ് നമ്മുടെ ക്ലാസ്സുകൾ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ യെസ്, ലെറ്റ്സ് മൂവ് ടു ദ വേർഡ്സ്. ആദ്യത്തെ വേർഡ് കൺസെന്റ്, അനുവാദം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, കൺസെന്റ്, അനുവാദം. ഡിഡ് യു ഗെറ്റ് ഹിസ് കൺസെന്റ്? അദ്ദേഹത്തിന്റെ കൺസെന്റ് നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? കൺസെന്റ് ഇസ് എ നൗൺ ആൻഡ് എ വേർബ് as well. അപ്പോൾ കൺസെന്റ് എന്ന് പറഞ്ഞാൽ അഗ്രിമെന്റ് അല്ലെങ്കിൽ അസെന്റ് അല്ലേ, സമ്മതം, അഗ്രിമെന്റ് എന്നൊക്കെ പറയും. അതിനെയാണ് നമ്മൾ കൺസെന്റ് എന്ന് വിളിക്കുക. വേർബും ഉണ്ട്, സെയിം മീനിങ്, അഗ്രി ചെയ്യുക, പെർമിറ്റ് ചെയ്യുക, അലോ ചെയ്യുക അല്ലേ. വേർബായിട്ട് പറഞ്ഞാലും സംഭവം സെറ്റാണ്. അഗ്രി ചെയ്യുക, അലോ ചെയ്യുക, പെർമിറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. സോ കൺസെന്റ്. അടുത്ത നോക്കിയേ, നമ്മൾ കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് സ്റ്റിഗ്മ. കഴിഞ്ഞ ആഴ്ചയാണോ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയാണോ എനിക്കറിയില്ല, സ്റ്റിഗ്മ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ സ്റ്റിഗ്മ എന്നൊക്കെ പറയുന്ന കേൾക്കാം. അതായത് സമൂഹത്തിൽ നമ്മൾ നാണക്കേടെന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇറ്റ്സ് നോട്ട് ഷെയിം ആക്ച്വലി, നമ്മൾ വിചാരിക്കും, നമ്മുടെ കരുതപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റിഗ്മ, ഡിസ്ഗ്രേസ്, ഡിസ്ഓണർ, നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന, അതായത് നമുക്ക് നമ്മുടെ പേരുദോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓണറിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളെയാണ്, അതിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റിഗ്മ. ഷെയിം, ഡിസ്ഗ്രേസ് അല്ലെങ്കിൽ ഡിസോണറിനെയാണ് നമ്മൾ സ്റ്റിഗ്മ എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റിഗ്മ. ഓർത്ത് വെച്ചോണം, നൗൺ ആണ്. പിന്നെ എപ്പോഴും എഡിറ്റോറിയലൊക്കെ വരുന്ന ഒരു വാക്കാണ് നോട്ട് വിത്ത്സ്റ്റാൻഡിങ്. ഒറ്റ വാക്കാണ് നോട്ട് വിത്ത്സ്റ്റാൻഡിങ്. പ്രിപ്പോസിഷൻ ആയിട്ട് ഉപയോഗിക്കാം, അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാം, കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കാം. പ്രിപ്പോസിഷൻ ആയിട്ട് വരുമ്പോൾ അതിന്റെ മീനിങ് ഇൻ സ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ്, പ്രിപ്പോസിഷണൽ ഫ്രേസ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം യെറ്റ്, എന്നിട്ടും, എന്നാലും എന്നുള്ള അർത്ഥം അല്ലേ, അഡ്വേർബ്. അല്ലെങ്കിൽ ഹവെവർ എന്നൊക്കെ പറയില്ലേ, യെറ്റിൻ്റെ അതേ മീനിങ്, എന്നാലും ഹവെവർ അല്ലേ, അതാണ് അതിൻ്റെ മീനിങ്. സോ ഹവെവർ പറയാം അഡ്വേർബായിട്ട്. പിന്നുള്ളത് കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ ആയിട്ട് ഇതേ മീനിങ് വരുന്ന കൺജങ്ഷൻ ഏതാ, ദോ, ഓൾ ദോ, ഈവൻ ദോ എന്നുള്ളത്. സോ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറച്ച് യൂസേജ് ആണ്. അടുത്ത വാക്ക് നോക്കിക്കേ, റീറ്ററേറ്റ്. റീട്രേറ്റും കേട്ട് പരിചയം. അതിന് മുമ്പ് ഡിഗ്രി പ്രിംസിന് വേണ്ടി എന്തെങ്കിലും സീരീസ് തുടങ്ങാമോ യൂട്യൂബിൽ? തുടങ്ങാം. അതിന് തുടങ്ങാം. നമ്മളത് പറഞ്ഞു ഓരോന്നായിട്ട് നമ്മൾ പടിപടിയായിട്ട് തുടങ്ങാം കേട്ടോ താഹിറ, തുടങ്ങാം. അതിലൊരു പ്രശ്നമല്ല, വിൽ ഡു ദാറ്റ് കേട്ടോ. ഓക്കെ, യെസ്. ലെജിസ്ലേച്ചർ വിൽ ഡ്രോ അപ്പ് എ ലോ, സെക്സ് വർക്ക് ആസ് എ പ്രൊഫഷൻ വിത്ത് ഓൾ ഡിഗ്നിറ്റീസ് ആൻഡ് പ്രിവിലേജസ്. ഓക്കെ, യാ, ഗ്രേറ്റ്. ഡിഗ്നിറ്റീസിന്റെ സ്പെല്ലിംഗ് കൂടെ ശ്രദ്ധിക്കണേ പ്രവി. ഡിഗ്നിറ്റീസ്, DIG, ഡിഗ്നിറ്റീസ് കേട്ടോ. ഓക്കെ, എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചേ. ഓൾ റൈറ്റ്. അപ്പോൾ റീട്രേറ്റ് പറഞ്ഞു വന്ന് റീട്രേറ്റിലായിരുന്നു അല്ലേ. റീട്രേറ്റ് ചെയ്യുക മീൻസ് റിപ്പീറ്റ് ചെയ്യുക. കോട്ട് റീട്രേറ്റഡ്, ഒരുപാട് തവണ സെൻറ്റൻസ് റീട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും ഒന്ന് സ്റ്റേറ്റ് ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക. വീണ്ടും ഡിക്ലെയർ ചെയ്യുന്നതിനാണ് റീസ്റ്റേറ്റ് ചെയ്യുക എന്ന് പറയാം അല്ലേ. റീസ്റ്റേറ്റ്. റീക്യാപിറ്റുലേറ്റ്, റീസ്റ്റേറ്റ്, റിപ്പീറ്റ് എന്നാണ് റീട്രേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. വേർബാണ്. അടുത്ത കൊയേഴ്സ്. ഇന്നലെ ഓർമ്മയുണ്ടോ, കൊയസീവ് എന്ന വാക്ക് നമ്മൾ പഠിച്ചു ഇന്നലെ. കൊയസീവ്, ഫോഴ്സ്ഫുൾ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ കൊയസീവ് എന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ, കൊയസീവ് അഡ്ജക്റ്റീവ് ആണെന്ന് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഫോഴ്സ്ഫുൾ എന്ന അർത്ഥം വരുന്നതെന്ന് പറഞ്ഞേ. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ, കൊയേഴ്സ് എന്ന വേർബാണ്. ഫോഴ്സ് ചെയ്യുക, ത്രെറ്റൻ ചെയ്യുക, പ്രഷറൈസ് ചെയ്യുക. വേറൊരു ഇതുകൊണ്ടുണ്ടോ, കൊയേഷൻ, CION, കൊയേഷൻ വന്നാൽ അത് നൗണായി. കൊയേഷൻ മീൻസ് ഫോഴ്സ്, ത്രെറ്റ്, പ്രഷർ. ദാറ്റ് ഈസ് കൊയേഷൻ. അപ്പോൾ കൊയേഴ്സീവ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ്, കൊയേഷൻ നൗൺ, കൊയേഴ്സ് എന്ന് പറഞ്ഞാൽ വേർബ് കേട്ടോ. പാർട്സ് ഓഫ് സ്പീച്ച് അറിഞ്ഞിരിക്കണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് സെൻറ്റൻസ് എന്ത് ചെയ്യാം, സെൻറ്റൻസിൻ്റെ യൂസേജ്, പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ്, സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം, ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് കേട്ടോ. കൊയേഴ്സ് ചെയ്യുക, ഫോഴ്സ് ചെയ്യുക, ത്രെറ്റൻ ചെയ്യുക, പ്രഷറൈസ് ചെയ്യുക. ഓക്കെ, റാം ഓപ്പൺ ദ റെസ്റ്റോറൻറ്റ് വിതൗട്ട് ദ കൺസെന്റ് ഓഫ് ഫുഡ് ഇൻസ്പെക്ടർ. റാം ഓപ്പൺ ആണോ? അല്ല. റാം ഓപ്പൺഡ്, പാസ്റ്റ് ടെൻസ് കൊടുക്കാം അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് കൊടുക്കാം കേട്ടോ. റാം സിംഗുലർ ആണ് കേട്ടോ ശ്രുതി. അപ്പോൾ പ്രസന്റ് ടെൻസിൽ സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കാം. പാസ്റ്റ് ആകുമ്പോൾ സിംഗുലറിനും പ്ലൂറിനും ഒരേപോലെയല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്.
opened. Don't reiterate. Yes. Don't reiterate the same mistake in the class. Great, Nantana. You can make mistakes. But do not make the same mistake. Adhe mistake mistake then you will learn something new. Great. I like it. In majority of marriages, consent is obtained by coercive means. But by coercive means by coercive means. Coercive is a verb. Coercive is adjective. Means noun aanu. Adine adjective aayittu coercive kodukka ട്ടോ. ആരതി coercive means. Yes. The doctor cannot go for a surgery without getting a consent from the patient's family. Yes. Correct Devika. Patient's relatives signed consent for surgery. That's great. To constitute the offense rape, consent is an essential ingredient. Okay. Great. Yes. അതായത് ഞാൻ പറയട്ടെ റേപ്പ് എന്ന് ഒഫൻഡ് ചെയ്യാൻ അല്ലേ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് വേർബായിട്ട് അങ്ങനെയാണോ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഒഫൻസ് ഓഫ് റേപ്പ് ആണോ അതോ ടു കോൺസ്റ്റിറ്റ്യൂട്ട് അത് തന്നെ അതാ ഉദ്ദേശിച്ചത് ഒഫൻസ് ഓഫ് റേപ്പ് അതാണ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദി ഒഫൻസ് ഓഫ് റേപ്പ് എന്നാണ് വരേണ്ടത് കേട്ടോ പ്രവി അപ്പോൾ reiterating what you studied is very important to understanding അല്ല to understand things in depth കേട്ടോ മേഘ 2 കഴിഞ്ഞിട്ട് V1 വരത്തുള്ളൂ 2യുടെ കൂടെ 2 ഇൻഫിനിറ്റീവ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കും 2 ഇൻഫിനിറ്റീവ് എന്നാണ് ഇതിനെ വിളിക്കുക 2 കഴിഞ്ഞിട്ട് നമ്മൾ എന്താ വരിക V1 വരാൻ പാടുള്ളൂ കേട്ടോ 2 + V1 അല്ലാതെ പിന്നെ 2ന് ശേഷം വരുന്ന എപ്പോഴാണെന്ന് അറിയോ പ്രിപ്പോസിഷൻ ആയ 2 ആണെങ്കിൽ I would like to move in with you I would like to move in with you അവിടെയല്ല like to അല്ലല്ലോ he's I went to traveling with my friends I went to traveling with my friends അവിടെ പോയി അല്ലല്ലോ അവിടെയും ing വരില്ല 2 എന്ന പ്രിപ്പോസിഷൻ വരാറുണ്ട് അതിൻ്റെ കൂടെയാണ് കുഴപ്പമില്ല ഇതിപ്പോൾ പ്രിപ്പോസിഷൻ ആയിട്ടല്ല നമ്മൾ ഉപയോഗിക്കുക പിന്നെ നമുക്കുള്ളത് പ്രിപ്പോസിഷണൽ ഫ്രേസിൻ്റെ കൂടെ ഉപയോഗിക്കാം അല്ലാതെ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കില്ല ഓർത്ത് വെച്ചോളാം ഓക്കെ യെസ് ഹീസ് കൺസെൻറ്റിങ് ഹിസ് ഡിറ്റർമിനേഷൻ ഓക്കെ agreeing his determination പക്ഷെ ഡിറ്റർമിനേഷൻ അഗ്രി ചെയ്യാന്ന് പറയോ ഹീസ് കൺസെൻറ്റിങ് ഹിസ് ഇങ്ങനെ കൊടുക്കുക ഹീസ് കൺസെൻറ്റിങ് ഹിസ് ഡോട്ടർ ഹീസ് പെർമിറ്റിംഗ് ഹർ ഡോട്ടർ എന്ന് പറഞ്ഞു അല്ലാതെ നമ്മൾ ഡിറ്റർമിനേഷനെ കൺസെൻറ്റ് ചെയ്യാൻ അലോ ചെയ്യാന്ന് പറയുമോ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് അങ്ങനെ പറയില്ല കേട്ടോ താഹിറ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർക്ക് കൺസെൻറ്റ് കൊടുത്തു ആരെ അലോ ചെയ്തു എന്ന് കൊടുക്കുക കേട്ടോ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി അതർ ലോ ഇൻവോളണ്ടറി കൺസെൻറ്റ് ഈസ് അത് കഴിഞ്ഞിട്ട് കോമ ഇൻവോളണ്ടറി സ്പെല്ലിംഗ് വോളണ്ടറിയുടെ സ്പെല്ലിംഗ് എന്താ VOLUNTARY ആണ് ഇൻവോളണ്ടറി കേട്ടോ സ്പെല്ലിംഗ് സ്പെൽ ചെക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവോളണ്ടറി വോളണ്ടിയർ LUNTER വോളണ്ടറി എന്ന് പറയുമ്പോൾ അതുപോലെയാണ് കേട്ടോ വോളണ്ടറി സ്പെല്ലിംഗ് നോക്കണേ ഹിസ് stubborn behavior led the whole family in stigma ഓക്കെ ലീഡ് ദ ഫാമിലി ടു സ്റ്റിഗ്മ ഒരു ഇതിനെ ലീഡ് ചെയ്യുക അവിടേക്ക് നയിക്കുക ഒരു സ്ഥലത്തോട്ട് നയിക്കുക ഡിറക്ഷൻ അവിടെ ആവശ്യമുണ്ട് ലീഡ് ദ ഫാമിലി ടു സ്റ്റിഗ്മ നോട്ട് ഇൻ സ്റ്റിഗ്മ കേട്ടോ ഷമാസേ ഹി ഗോട്ട് കൺസെന്റ് ഫ്രം പേരൻസ് ഫോർ ഹിസ് മെയ്ഡൻ ട്രിപ്പ് ടു ഹിമാലയാസ് ഹിമാലയാസ് ആണ് ഇറ്റ്സ് എ മൗണ്ടൻ റേഞ്ചസ് അതൊരു റേഞ്ചാണ് മൗണ്ടൻ റേഞ്ചാണ് അതുകൊണ്ട് തന്നെ റേഞ്ചസ് ആണ് അതുകൊണ്ടാണ് ഹിമാലയാസ് എന്ന പേര് അതിന് ഇറ്റ്സ് നോട്ട് ഹിമാലയ ഇറ്റ്സ് ഹിമാലയാസ് കേട്ടോ സോനല്ലേ Court reiterated the same principle of law stated in the previous case. Yes, we always reiterating mistakes. We are always reiterating mistakes in life. എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലെങ്കിൽ കൊടുക്കണം we always reiterate mistakes in life. Always അല്ലേ അപ്പോൾ അതിനോട് സിമ്പിൾ പ്രസൻറ്റ് കൊടുക്കുന്നത് നല്ലത് ING കൊടുക്കാൻ പറ്റില്ല ING കൊടുക്കണമെങ്കിൽ ING ഫോം കണ്ടിന്യൂസ് ടെൻസിൽ വരണമെങ്കിൽ എന്താ നമ്മൾ പഠിച്ചേ ഒന്നെങ്കിൽ ബി ഫോമുലേഷൻ കൊടുക്കണം ഏതെങ്കിലും ഒരു ബി ഫോമുലേഷൻ എന്നിട്ടേ V4 വരത്തുള്ളൂ ഈസോ ആമോ ആറോ ഒക്കെ അപ്പോൾ ഇവിടെ വി ആണെങ്കിൽ 6 വരണം അപ്പോൾ ഓൾവേസ് വന്നുകൊണ്ട് വി ഓൾവേസ് റീട്രേറ്റ് സെയിം മിസ്റ്റേക്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഇൻ ലൈഫ് അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ ദേവിക ഹി ഡിൻ ഗിവ് കൺസെൻറ്റ് ഫോർ ദ പ്രപ്പോസൽ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ഹാവിംഗ് ഗിവൺ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഹായ് ടിൻറ്റു വെൽക്കം ബാക്ക് കുറേ ആയല്ലോ കണ്ടിട്ട് സുഖമായിട്ട് പോകുന്നോ ഡോക്ടറെ സുഖമാണോ ഡോക്ടറെ സുഖമായിട്ട് പോകുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണേ Yes, stigma existing in our society is contagious. Yes, it is. Even in 21st century, my grandmother considers love marriage as a stigma. It happens. Old generation, old school. Some people don't change. Court proclaims a statement that without consent in sex, even after marriage, will be considered as rape. Okay, will be considered as rape.
Okay. One cannot skydive without signing the consent. Yes, great. Okay, yes. ഹരിക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ട് അത് വിൽ ബി കൊടുത്തതെന്ന്? അവിടെ പാസീവ് വോയിസ് വേണം അല്ലേ? ആര് കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ കോർട്ട് പറയുന്നു ഇന്ന സാധനം എങ്കിൽ ആ സാധനത്തിനെ കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നാണ് കേട്ടോ, എന്നാണ്. അപ്പോൾ അതൊന്ന് കൊടുത്തോണം. യാ, മൂവിങ് ഓൺ. അടുത്ത സെറ്റ് ഡിറ്റെയിൻ. ഡിറ്റെയിൻ ചെയ്യുക മീൻസ് ഡിറ്റെയിൻമെൻറ്റ് അറിയില്ലേ? ഡിറ്റൻഷൻ അറിയില്ലേ? ഡിറ്റെയിൻ ചെയ്യുക. ഡിറ്റെയിൻ ചെയ്യാൻ വേണ്ടി പിടിച്ചു വെക്കുക ഒരർത്ഥമുണ്ട്. ഹോൾഡ് അപ്പ് ചെയ്യുക. ഡിലേ, പിന്നെ ഡിറ്റെയിൻ ചെയ്യാൻ ഡിലേ ചെയ്യുക എന്നർത്ഥമുണ്ട്. ഡിലേ ചെയ്യുക, പതുക്കിയാക്കി, റിട്ടാർഡ് ചെയ്യുക, ഹിൻഡർ ചെയ്യുക, തടസ്സപ്പെടുത്തുക, പ്രിവെൻറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് ഡിറ്റെയിൻ എന്ന വേർബിന്. ഓർത്തോളൂ കേട്ടോ. ഡിറ്റൻഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹീസ് ഇൻ ദ ഡിറ്റൻഷൻ സെൻറ്റർ, തടവിലാണ്. സൊളിസിറ്റ് ചെയ്യുക, അറിയോ? സൊളിസിറ്റ് ചെയ്യുക. സൊളിസിറ്റിന് 2 മീനിങ് ഉണ്ട്. ഒന്ന് ആസ് ഫോർ അല്ലേ? ആസ് ഫോർ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക. രണ്ടാമത്തേത് നമ്മളിപ്പം സെക്സ് വർക്കേഴ്സിനെ കണ്ടിട്ടില്ലേ? മൂവീസിൽ കണ്ടിട്ടില്ലേ? നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് സൈഡിൽ, റോഡിൻ്റെ ഒക്കെ സൈഡിൽ നിന്നിട്ട് ദേ പെർസ്വേഡ് പീപ്പിൾ. അവരെങ്ങനെ ഒന്ന് പെർസ്വേഡ് ചെയ്യും, അതായത് ഒന്ന് പ്രൊവോക്ക് ചെയ്യാം. സോ അതിനെ സോളിസിറ്റ് എന്ന് പറയും. അപ്പോൾ ഇന്നിവിടെ നിങ്ങൾ വായിക്കുമ്പോൾ സോളിസിറ്റ് ചെയ്യാന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ഒരു ആസ് ഫോർ റിക്വസ്റ്റ് എന്നൊരു അർത്ഥമല്ലല്ലോ എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ ഇതാണ് പെർസ്വേഡ് ചെയ്യുക. ഒരാളെ നമ്മളൊരു കാര്യം മേടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ഒരു കാര്യത്തിനോട് ഒരാളെ പുഷ് ചെയ്യുക, കുറച്ച് പുഷ് ചെയ്യുന്നതിന് അല്ല പെർസ്വേഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേര് സോളിസിറ്റ് എന്നാണ് അർത്ഥമാണ് കേട്ടോ. അടുത്ത് കൺവിക്ഷൻ. കൺവിക്ഷൻ്റെ വാക്ക് നിങ്ങൾക്കറിയാം. കൺവിക്റ്റ് ചെയ്യുക എന്ന വേർബ് അറിയില്ലേ? കൺവിക്റ്റ് എന്ന വേർബിൻ്റെ അല്ലേ? കൺവിക്റ്റ് എന്നുള്ള വേർബിൻ്റെ ഓപ്പോസിറ്റാണ് കൺവിക്ഷൻ. സോറി, ഓപ്പോസിറ്റ് അല്ല, നൗൺ ഫോർമുലേഷനാണ് കൺവിക്ഷൻ. എൻ്റെ മനസ്സിൽ വേറെ ഒരെണ്ണം വന്നു, അതുകൊണ്ടാണ്. സോറി. അക്വിറ്റൽ ഇല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഓക്കെ, അതാണ് ഞാൻ ഓപ്പോസിറ്റ് പറയാൻ പറ്റുന്നത്. ഓക്കെ, കൺവിക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൺവിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറ്റം, ശിക്ഷിക്കുക, സെൻറ്റൻസ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക. വേറൊരു കൺവിക്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് മൈ കൺവിക്ഷൻ. എൻ്റെ കൺവിക്ഷൻ എതിരാ, എൻ്റെ ബിലീഫിന് അതിനെതിരാ, എൻ്റെ ഒപ്പീനിയനെതിരാ. കൺവിക്ഷൻ അത് ഓർത്തുണ്ട്. പിന്നെ ഈ കൺവിക്റ്റ് എന്ന വേർബ് സെൻറ്റൻസ് ചെയ്യുന്നതിൻ്റെ ഇതുണ്ട്, ജഡ്ജ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. അതല്ലാതെ കോൺവിക്റ്റ് എന്നൊരു അർത്ഥമുണ്ട് അല്ലേ? ക്രിമിനൽ, ഒഫൻഡർ എന്നൊരു അർത്ഥമുണ്ട് അല്ലേ? അങ്ങനെ ഒരു അർത്ഥമുണ്ട്, ഉണ്ടല്ലോ, അറിയാലോ? യെസ്, ഓക്കെ. ആ, പിന്നെ ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴല്ലേ വിട്ടുപോയത്? അക്വിറ്റൽ. ACQUITTAL, അക്വിറ്റൽ. വെറുതെ വിടുക അല്ലേ? ഫ്രീ ആക്കുക, ചാർജിൽ നിന്ന് ഒഴിവാക്കുക. കുറ്റവിമുക്തനാക്കുക ഈസ് ആക്കൽ ആ അവസ്ഥ ഈസ് അക്വിറ്റൽ. കൺവിക്ഷൻ, ശിക്ഷിക്കുക. ശിക്ഷ ഈസ് കൺവിക്ഷൻ, ശിക്ഷിക്കപ്പെടൽ ഈസ് കൺവിക്ഷൻ, ആൻഡ് കുറ്റവിമുക്തരാക്കൽ ഈസ് അക്വിറ്റൽ. ഓപ്പോസിറ്റാണ് ചോദിക്കാറുണ്ട്, ആന്റണിം. അടുത്തത് റിപ്രഷൻ. ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു, ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ? റിപ്രസ് ചെയ്യുക, സപ്രസ് ചെയ്യുക അല്ലേ? നമ്മൾ തടസ്സപ്പെടുത്തുക അല്ലേ? അടിച്ചൊതുക്കുക, അതൊക്കെയാണ് റിപ്രഷൻ. സോ റിപ്രഷൻ മീൻസ് സപ്രഷൻ, ക്വെല്ലിംഗ്, ക്വാഷിംഗ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കിയേ, സ്ട്രിഞ്ചൻറ്റ്. ഇന്നലെ പഠിച്ചു, ഇന്നും ഉണ്ട്. സ്ട്രിഞ്ചൻറ്റ്, സ്ട്രിക്റ്റ്, ഫേം, റിജിഡ് അല്ലെങ്കിൽ റിഗറസ്. വളരെ എന്താ പറയുക, സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ലോസ് വേണം എന്ന് നമ്മൾ പറയില്ലേ? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് വേണം എന്ന് പറയില്ലേ? സ്ട്രിഞ്ചൻറ്റ് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു. അപ്പോൾ സ്ട്രിഞ്ചൻറ്റ് ലോസ് ഇവിടെ വേണം എന്ന് ഇന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തോണം കേട്ടോ. ഡിറ്റെയിൻ ചെയ്യുക, സോളിസിറ്റ് ചെയ്യുക, സോളിസിറ്റ് ചെയ്യുക, കൺവിക്ഷൻ, റിപ്രഷൻ, സ്ട്രിഞ്ചൻറ്റ്, ഇതൊക്കെ ഓർത്ത് വെച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. Rather than taking decisions coercively, we must make it peacefully. Take it peacefully. Great. That's great. Notwithstanding anything contained in any other law, the provision will not be applicable under any other circumstance. അത് വേണ്ട കേട്ടോ, അവിടെ പ്രവി ദ വേണ്ട, applicable under the വേണ്ട. Under the circumstances ആണ് സെറ്റാ, അതർ സർക്കംസ്റ്റൻസ് കറക്റ്റാണ്. പക്ഷേ അണ്ടർ കഴിഞ്ഞിട്ട് പിന്നെ എനി ഉണ്ടെങ്കിൽ അവിടെ ദ കൊടുക്കരുത്. കാരണം ദ ഒരു ഡിറ്റർമിനർ ആണ്, എനിയും ഒരു ഡിറ്റർമിനർ ആണ്, രണ്ടുകൂടെ ഒരുമിച്ച് വരേണ്ട കാര്യമില്ല കേട്ടോ. അണ്ടർ എനി സർക്കംസ്റ്റൻസസ്, എനി അതർ സർക്കംസ്റ്റൻസസ്. ഓക്കെ, ദ വേണ്ട. ഹോൾഡ് ഓൺ ഡിലേ ചെയ്യല്ലേ, അത് തന്നെ. ഹോൾഡ് ഓൺ ഡിലേ ചെയ്യാൻ ഹോൾഡ് ചെയ്യുക എന്നൊരർത്ഥം കൂടി ഉണ്ട്. ഡിറ്റെയിൻ, ഹോൾഡ് ചെയ്യുക, പിടിച്ചു നിർത്തുക എന്നൊരർത്ഥം കൂടി ഉണ്ട്. ഓക്കെ, അതുകൂടെ ഉണ്ട്, അത് ഓർത്ത് വെച്ചോളാം. യെസ്. The government of India should consent and make more policies. മോർ കഴിഞ്ഞിട്ട് കൗണ്ടബിൾ നൗണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പ്ലൂറൽ വേണ്ടേ? മോർ പീപ്പിൾ, മോർ ചിൽഡ്രൻ ഒക്കെ വേണ്ടേ? അല്ലെങ്കിൽ മോർ മാൻ എന്ന് പറയുമോ? മോർ മാൻ പറയില്ല, മോർ മെൻ എന്ന് പറയുള്ളൂ അല്ലേ? മോർ എന്ന്
ഡിറ്റർമിനർ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നൗൺ കൊടുക്കുകയാണ്. അത് കൗണ്ടബിൾ നൗൺ ആണ്, അത് പ്ലൂറൽ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ടു മേക്ക് മോർ പോളിസീസ് ഫോർ ദ സേഫ്റ്റി ഓഫ് അവർ മിലിറ്ററി പീപ്പിൾ. ഓക്കെ എന്ന് കൊടുക്കാം. Okay, കേട്ടോ ജിഷ്ണു, preventive detention is also involved in Article 22 of Indian Constitution. Yes, Mr. Putin's army detained a number of Ukrainians. Yes, workers have been detaining the maintenance. Okay, delay. Okay, she solicits her mother for extra chocolates. Requested her mother. All right. The main object of conviction is to prevent that person from committing the repetition of the repetition spelling എന്താ? repetitionന്റെ സ്പെല്ലിംഗ് എന്താ? PI ആണോ? repetitionന്റെ സ്പെല്ലിംഗ് എന്താ? REPETITION repetition. REPETI repeatന്റെ noun ആണ് repetition. REPE രണ്ട് E ഉണ്ട്, രണ്ട് I ഉണ്ട്, അതാണ് repetition കേട്ടോ. ഓർത്തിച്ചോളാം. യെസ്, ഒഫൻസ് കറക്റ്റ് ആണ്. പറഞ്ഞ സെന്റൻസ് കറക്റ്റ്, സ്പെല്ലിംഗ് മാത്രം ചെക്ക് ചെയ്യാം കേട്ടോ. അടുത്ത സെറ്റിലോട്ട് പോവാം. ഇന്നെവിറ്റബിൾ, ഇറ്റ്സ് എൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് എ ലൈഫ് അല്ലേ? ഇറ്റ് ഈസ് എൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് എ ലൈഫ്. ഇന്നെവിറ്റബിൾ ആണെന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തത്. ദാറ്റ് മീൻസ് അൺഅവോയ്ഡബിൾ. ഇൻഎസ്കേപ്പബിൾ, സർട്ടൺ, ഉറപ്പാണ്. നമ്മൾ പറയില്ലേ ഡെത്ത് ഈസ് ഇന്നെവിറ്റബിൾ. ഞാൻ എപ്പോൾ ഇന്നെവിറ്റബിൾ പറഞ്ഞാലും ഡെത്ത് ഈസ് ഇന്നെവിറ്റബിൾ പറയും അല്ലേ? മരണം എന്ന് പറയുന്നത് നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല, വരേണ്ട സമയത്ത് വരും അല്ലെ? ഓട്ടോറിക്ഷ ഓടിച്ചാലും വരും നമ്മൾ പറയില്ലേ? ദാറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. ഇൻഎസ്കേപ്പബിൾ, എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്തത്, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത്, അൺഅവോയ്ഡബിൾ, സർട്ടൺ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത് ചെക്കേർഡ്. ചെക്കേർഡ് ഒരു അഡ്ജക്റ്റീവ് ആണ്. ചെക്കേർഡ് എന്ന് പറഞ്ഞാൽ ചെക്ക്ഡ്. ഈ ചെക്ക്ഡ് എന്ന് പറയും, ചെക്ക് ചെയ്യുന്ന ചെക്ക്ഡ് അല്ല, അഡ്ജക്റ്റീവ് ആണ്. ഈ ചെക്ക്ഡ് എന്ന് പറഞ്ഞാൽ പാറ്റേൺ ഉള്ളത്, ഹാവിങ് പാറ്റേൺ. നമ്മൾ പറയില്ലേ ചെക്കേർഡ് ആയിട്ടുള്ള ഷർട്ട് ആണെന്ന് പറയില്ലേ? എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ചെക്ക് ഷർട്ട് എന്ന് പറയില്ലേ? ആ സാധനം ചെക്കേർഡ്, പാറ്റേൺ ഉള്ളത്. അല്ലെങ്കിൽ എന്താ പറയാ മൾട്ടി കളേർഡ്, പല കളർ ഉള്ളത് എന്നൊക്കെ അർത്ഥം. അങ്ങനെയൊക്കെയാണ് അർത്ഥം. മൾട്ടി കളേർഡ് അല്ലെങ്കിൽ ചെക്ക്ഡ് എന്നൊക്കെയാണ് ഈ പറയുന്ന ഒരർത്ഥം. അടുത്ത അർത്ഥം എന്താണ്? വേരീഡ്, ഒരുപാട് വ്യത്യസ്തമായ, മിക്സ്ഡ്, മൾട്ടിപ്പിൾ എന്നർത്ഥം. ഇവന്റ്ഫുൾ, ഈവന്റുകൾ നിറഞ്ഞ, സംഭവബഹുലമായ എന്നത് പറഞ്ഞില്ലേ? സംഭവബഹുലം, ഈവന്റ്ഫുൾ, മിക്സ്ഡ്, വേരീഡ് എന്നൊക്കെ അർത്ഥം ചെക്കേർഡിനുണ്ട്. അഡ്ജക്റ്റീവ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. യെസ്, സെൻട്രൽ ഗവൺമെന്റ് ഹാഡ് സോളിസിറ്റഡ് ടു ഡിറ്റെയിൻ ഫ്യൂൽ പ്രൈസസ് ടു പെട്രോളിയം കോർപ്പറേഷൻ ഫോർ fetching better economic circulation. Great. If the government started to take stringent laws, then the public would be in trouble. Yeah. All right. Laws are inevitable part of a life. Yes. adu ade. അല്ലേ? ലോസും ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് ലൈഫ് ആണ്. അടുത്ത് നോക്കി, വളരെ ഫോർമലായ ഒരു വേർഡ് നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാണ്. അബ്ജോർ. അബ്ജോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? റിനൗൺസ് ചെയ്യുക. നമ്മൾ വിട്ടുകളയാണത്, ഒഴിവാക്കുകയാണ്. റിനൗൺസ്, റിജക്റ്റ് ചെയ്യാണ്, റിലിങ്ക്വിഷ് ചെയ്യാണ്, വേണ്ടെന്ന് നോക്കുക, അവോയ്ഡ് ചെയ്യുകയാണ്, റിനൗൺസ് ചെയ്യുക. അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫോർമൽ വേർഡാണ് അബ്ജോർ എന്നുള്ളത്. ഇന്ന് നിങ്ങൾ കാണും അബ്ജോർ എന്ന വാക്ക്. അടുത്ത പാർലേ. പാർലേ കേട്ടിട്ടുണ്ടോ? പാർലേ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാൻ പറ്റും. പാർലേ മീൻസ് നെഗോസിയേഷൻ അല്ലെങ്കിൽ മീറ്റിംഗ്. അപ്പോൾ അതിൻ്റെ വേർബ് എന്തായിരിക്കും? ടോക്ക് ചെയ്യുക, കൺഫർ ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥം കേട്ടോ. പാർലേ എന്ന് പറയുന്ന നൗണ് മീറ്റിംഗ് അല്ലെങ്കിൽ നെഗോസിയേഷൻ ആണ്. അപ്പോൾ നമ്മുടെ പാർലേ എന്ന വേർബിൻ്റെ അർത്ഥം ടോക്ക്, വേർബ് ടോക്ക് ചെയ്യുക, കൺഫർ ചെയ്യുക അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യുക. അടുത്ത വാക്ക് നോക്കിയേ, ഡോഗിഡ്ലി. ഡോഗിഡ്ലി, ഡോഗിഡ്ലി എന്ന് പറഞ്ഞാൽ, ഡോഗിഡ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ഉണ്ട്, അതിൻ്റെ അഡ്വേർബാണ് ഡോഗിഡ്ലി. ഡോഗിഡ് എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള, ഡിറ്റർമിൻഡ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥം കേട്ടോ. ഡോഗിഡ്. ഈ ഡോഗിഡ് എന്ന വാക്കിൻ്റെ അഡ്ജക്റ്റീവിൻ്റെ മീനിങ് എന്താണെന്ന്? ഡിറ്റർമിൻഡ് ആണ്, അത് ഉറപ്പാ ചെയ്തിരിക്കും അല്ലേ? യു ആർ റെസൊല്യൂട്ട് ടു ഡു സംതിങ്. ഡിറ്റർമിൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ആ അഡ്ജക്റ്റീവിൻ്റെ അഡ്വേർബാണ് എൽവൈട്ടപ്പോൾ കിട്ടിയത്. ടെനേഷ്യസ്ലി, റെസൊല്യൂട്ട്ലി, പെർസിസ്റ്റൻ്റ്ലി, എന്തായാലും ചെയ്തിരിക്കും. പെർസിസ്റ്റൻ്റ് ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കും. പെർസിസ്റ്റൻ്റ്ലി, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ഡോഗിഡ്ലി. ഓക്കെ, യെസ്. We have to take the lead in this situation. Don't need to hear any others conviction. അവിടെ ഡോണ്ടിന് മുമ്പ് എന്ത് കൊടുക്കണം? സബ്ജക്റ്റ് കൊടുത്തേ. വി ഡോണ്ട് നീഡ് ടു ഹിയർ എനി അതേഴ്സ്, മറ്റുള്ളവരുടെ കൺവിക്ഷൻ. അതേഴ്സ് കഴിഞ്ഞിട്ട് എസ് കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫിയും കൂടെ കൊടുക്കണേ ദേവിക കേട്ടോ. വി ഹാവ് ടു ടേക്ക് ദ ലീഡ് ഇൻ ദ സിറ്റുവേഷൻ. അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുത്തല്ലോ. അപ്പോൾ അടുത്ത സെൻറ്റൻസ് കൊടുക്കുമ്പോൾ സബ്ജക്റ്റ് കൊടുത്തേ.
We don't need to hear any others. Apostrophe S, conviction. Newspaper reading is inevitable for UPSC aspirants. Yes, it is. General awareness illengil മുന്നോട്ട് പോക്ക് നടക്കില്ല. എല്ലഗോയിലെ yeah. Environmental hazards are inevitable, inescapable. Yes. Lots of files detained ആണോ? Past tense detained ആണോ? Detained at ആണെങ്കിൽ ഒരു D വിട്ടുപോയേ. അഞ്ജു, detained at government office due to lack of evidence. This is my conviction. This is my opinion. Oh, that's it. Yes. The culprit solicited for plea. Solicited for plea വേണ്ട. Solicited plea മതി. Solicitന്റെ ആൻസർ ആണ് ask for അല്ലെങ്കിൽ request. കേട്ടോ? Solicited plea മതി. കേട്ടോ? The culprit അല്ലേ അവിടെ ഫോറിന്റെ ആവശ്യമില്ല. Transitive verb. The culprit solicited plea before the court when he was convicted for 10 years imprisonment. 10 years imprisonment അല്ല 10 year imprisonment. കാരണം imprisonment ആണ് ഇവിടെ noun. അപ്പോൾ 10 year ഇവിടെ adjective. Adjectiveന് plural ഇല്ല. 10 years apostrophe 10 ഇയറിലെ എസ് എൻ കട്ട് ചെയ്ത് കളയാം. 10 വർഷ imprisonment. Repression is not a solution to rout stranglers. Okay. Hindu editorial now becomes an inevitable part of my life. So have mine. എന്നെ പോലെ എനിക്കും അതുപോലെ തന്നെ കേട്ടോ പ്രവീൺ. Okay. Even though consent is given for the love marriage, possessiveness of parents is inevitable. സത്യം, അത് കറക്റ്റാ. Rainbow is a fusion of checkered colors, pattern of colors. Yes. Yeah. It is better to abjure him rather than negotiation. Abjure him rather than negotiation. Okay. Reject him. Yes. Dogged practices are determined practices or resolute practices are what we needed to be persistent practice. Okay. Needed to be needed to be successful. സക്സസ്ഫുൾ ആകാൻ അല്ലേ? നീഡഡ് ടു അച്ചീവ് സക്സസ് ആണെങ്കിൽ ഓക്കെ ആണ്, അല്ലെങ്കിൽ നീഡഡ് ടു ബി സക്സസ്ഫുൾ അവിടെ അഡ്ജക്റ്റീവ് ആണ് കേട്ടോ മേഘ. നീഡഡ് ടു ബി സക്സസ്ഫുൾ ഇൻ എനി പാഷൻ എന്നുകൊണ്ട് കേട്ടോ. ഓക്കെ, അടുത്തോട്ട് പോട്ടെ. ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം അല്ലേ? നമ്മുടെ കോസ്റ്റ്യൂം ഔട്ട്ഫിറ്റ് പറയാം അല്ലേ? സൂട്ട് അതിനൊക്കെ നമുക്ക് ഔട്ട്ഫിറ്റ് എന്ന് പറയാം. പക്ഷേ ഔട്ട്ഫിറ്റിന് വേറൊരർത്ഥമുണ്ട്, സെറ്റപ്പ്, ഓർഗനൈസേഷൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ എന്നുള്ള അർത്ഥവും ഉണ്ട് അല്ലേ? അപ്പോൾ ഔട്ട്ഫിറ്റിന് വേർബുമായിട്ട് ഉപയോഗിക്കാം. എക്വിപ്പ് ചെയ്യുക, സപ്ലൈ ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. സോ ഔട്ട്ഫിറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. പഠിച്ചാണ്, പുതിയതൊന്നുമല്ല, ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഓൾ റൈറ്റ്. അടുത്ത് പഠിച്ചോ. അപ്റ്റിക് എന്ന് പറഞ്ഞാൽ കേട്ടുണ്ടോ? ഇൻക്രീസ്, റൈസ് അല്ലെങ്കിൽ ഹൈക്ക്. ദർ ഇസ് എൻ അപ്റ്റിക് ഇൻ ദ പ്രൊഡക്ഷൻ, ദർ ഇസ് എൻ അപ്റ്റിക് ഇൻ ദ ഇക്കോണമി, ഗ്രോത്ത് ഓഫ് ദ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചൊരു ഇൻക്രീസ് ഉണ്ട്, റൈസ് ഉണ്ട്. ദാറ്റ് ഈസ് അപ്റ്റിക്. ഓക്കെ, ഓർത്തോ. അടുത്ത ക്ലാം ഡൗൺ. ക്ലാം ഡൗൺ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. ഫ്രേസൽ വേർബായിട്ട് പഠിച്ചു, നൗൺ ആയിട്ടും പഠിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹൈഫൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേ ഒരുമിച്ചാണ് എഴുതുന്നത്, ഗ്യാപ്പ് ഇല്ലെങ്കിൽ അത് നൗൺ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, കാരണം ഈ ഓർഗനൈസേഷൻ്റെ ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയുന്നതിൻ്റെ ഇതെന്താണെന്ന് പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ഓർഗനൈസേഷൻ എന്ന വാക്കിന് സെറ്റപ്പ് എന്ന നൗൺ ഫോർമുലേഷൻ ഉണ്ട്. അതെങ്ങനെ സെറ്റപ്പ് കൊടുക്കുക? ദർ ആർ ലോട്ട്സ് ഓഫ് സെറ്റപ്പ്. ഓക്കെ, സെറ്റപ്പ് അപ്പോൾ ഇത് കൊടുക്കും. സെറ്റപ്പ് അല്ല, സെറ്റപ്സ് പ്ലൂറൽ കൊടുക്കും. ഓർഗനൈസേഷൻ അർത്ഥം നൗണായിട്ട്. അപ്പം നമ്മൾ ഹൈഫൻ ഇട്ടാലും അല്ലെങ്കിൽ ഗ്യാപ്പ് ഇല്ലാതെ എഴുതിയാലും അത് നൗണായി. ക്ലാം ഡൗൺ അതുപോലെയാണ്. ക്ലാം ഡൗൺ ചെയ്യുന്നതിന് ടു പ്രൊവൈഡ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുക എന്നാണ് അർത്ഥം. ക്ലാം ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുക, ടു ബി സ്ട്രിഞ്ചൻറ്റ് വിത്ത് പീപ്പിൾ, കുറച്ചുകൂടെ സ്ട്രിഞ്ചൻ്റ് ആവുക എന്നൊക്കെയാണ് ക്ലാം ഡൗണിൻ്റെ അർത്ഥം ഫ്രേസൽ വേർബിൽ. പക്ഷേ ഇത് നൗണ് വരുമ്പോൾ സപ്രഷൻ, റിപ്രഷൻ, പ്രിവെൻഷൻ, റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കേർബ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ചെക്ക് അല്ലേ? അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ, റെസ്ട്രെയിൻഡ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത നോക്കിയേ, പേഴ്സണൽ എന്ന വാക്ക് നിങ്ങൾക്കറിയാം. പേഴ്സണൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാവണം മറ്റേ പേഴ്സണൽ ഇസ് നമ്മുടെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. പേഴ്സണൽ അസിസ്റ്റന്റ് ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് SSCയുടെ അല്ലേ? ഫേസ് 10 എക്സാംസിന് SSCയുടെ ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് പേഴ്സണൽ അസിസ്റ്റന്റ്. ആ പേഴ്സണൽ അസിസ്റ്റന്റിലെ പേഴ്സണൽ എന്താണ്? പേഴ്സണൽ മാറ്റേഴ്സ്, പേഴ്സണൽ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ പേഴ്സണൽ ഇസ് അഡ്ജക്റ്റീവ്, PERSONAL. പക്ഷേ ഈ പേഴ്സണലോ PERSONNEL, ALും അല്ല ഡബിൾ എന്നും ഉണ്ട്. അതിനെ നമ്മൾ നൗണെന്ന് പറയും. അതായത് സ്റ്റാഫ്, എംപ്ലോയീസ്, വർക്ക് ഫോഴ്സ് എന്നാണ് അർത്ഥം. ഉദ്യോഗസ്ഥർ അല്ലേ? പേഴ്സണൽ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓഫീസേഴ്സ് എന്നാണ്. എന്നൊക്കെ ഓർത്ത് വെച്ചോളാം. അടുത്ത് ഗ്രീവൻസ്. അറിയില്ലേ ഗ്രീവൻസസ്?
നമ്മുടെ ഗ്രീവൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നഷ്ടം അല്ലേ, ഗ്രീവൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നഷ്ടമാണ്. നമുക്കെതിരെ വന്ന എന്തോ ഒരു തെറ്റ്, ദാറ്റ് ഈസ് ഇൻജസ്റ്റിസ്, അൺഫെയർനെസ്, അല്ലെങ്കിൽ റോങ്, അല്ലെങ്കിൽ ഡിസർവീസ്, അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് എന്ന് പറയാം. നൗണാണ്. ഗ്രീവൻസ് മീൻസ് ഇൻജസ്റ്റിസ്, റോങ് അല്ലെങ്കിൽ ഡിസർവീസ്, നമുക്കെതിരെ വന്ന എന്തോ ഒരു തെറ്റ്, അതിനാ പറയാം കേട്ടോ, ഓർത്തോണം. യെസ്. Abjuring the negative comments from the society will help us to live in happiness. Yes, great, Megha. Before abjuring anything good in our life, we want to think twice. At all. Nowadays, some political outfits are doggedly disturbing the peace of society. Yes. Subhash Chandra Bose and Rocky Bhai are the famous personalities, those who abjured non-violence. Okay, Kollam Hari. How to set up a setup for common people. Great Parvati, great. ഇങ്ങനെ തന്നെ ഓർഗനൈസേഷൻ അല്ലേ, അതാണ് ഞാൻ പറഞ്ഞ യൂസേജ്. ദാറ്റ്സ് റൈറ്റ്. മൂവിങ് ഓൺ, അടുത്ത സെറ്റിലോട്ട് പോവാം. എലിനേഷൻ ലാസ്റ്റ് സെറ്റാണ്. വേഗം നമുക്ക് ഇതോട് നോക്കിയിട്ട് ആർട്ടിക്കിളോട്ടും. ആർട്ടിക്കിൾ ഇസ് എ ഗ്രേറ്റ് വൺ, നമുക്ക് വായിച്ചു വിടണം അല്ലേ. അപ്പോൾ നോക്കിക്കേ, എലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എലിനേഷൻ മീൻസ് നമ്മുടെ ഐസൊലേഷൻ, ഒറ്റപ്പെടുത്തലിനെയാണ് ഏലിനേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ്, എസ്ട്രേഞ്ച്മെൻറ്റ് എന്ന് പറയും കേട്ടോ. ഏലിനേഷൻ മീൻസ് ഐസൊലേഷൻ, ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ എസ്ട്രേഞ്ച്മെൻറ്റ്. ഓക്കെ, യെസ്. അടുത്ത് നോക്കിക്കേ, പ്രാഗ്മാറ്റിസം. പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രാഗ്മാറ്റിസം പ്രാക്ടിക്കാലിറ്റി അല്ലേ, നമ്മൾ പറഞ്ഞു. അത് ഇന്നലത്തെയാണ്, ഇന്നില്ല, സോറി, അതെൻ്റെ മൈ മിസ്റ്റേക്ക്. ഞാനത് ഇത് ചെയ്യാൻ വിട്ടുപോയി, ഞാനിപ്പോൾ ഓർത്ത്, അതില്ലല്ലോ ഇവിടെ. ഓക്കെ, അടുത്താണ് ഹാം ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഡ്ജക്റ്റീവാണ്. ഹാം ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. ദാറ്റ് മീൻസ് ക്ലംസി, ഓക്കെ, അല്ലെങ്കിൽ ബംഗ്ലിങ്, ഇൻകോമ്പിറ്റൻറ്റ്. ഹാം ഹാൻഡഡ് ആണ്. ഇപ്പോൾ ഇഫ് യു ആർ അഡ്ജക്റ്റീവാണ്, ഒരാളോട് പറയണ യു ആർ ഹാം ഹാൻഡഡ് അല്ലെങ്കിൽ ഷീ ഈസ് ഹാം ഹാൻഡഡ്. അവൾ വളരെ ക്ലംസി, ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യില്ല. ഇറ്റ്സ് ഇൻകോമ്പീറ്റൻറ്റ്. കോമ്പീറ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഒരു കാര്യം ഏൽപ്പിച്ച് സൂപ്പറായിട്ട് ചെയ്യുമെങ്കിൽ യു ക്യാൻ കോൾ ദാറ്റ് പേഴ്സൺ എ കോമ്പീറ്റൻറ്റ് പേഴ്സൺ. ബട്ട് ഇഫ് യു ആർ saying that person is ham-handed, that means he is incompetent. ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യില്ല, മര്യാദയ്ക്ക് ചെയ്യില്ല, ക്ലംസിയാണ്, അവിടെ ഇവിടെ കുറച്ചൊക്കെ ചെയ്ത് നിൽക്കും, ബംഗ്ലിംഗ് ആണ്. അതായത് അമ്മാനമാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥയാണ്. ഇറ്റ്സ് ലൈക്ക് എ ജഗ്ലർ. ദാറ്റ് ഈസ് വാട്ട് ham-handed മീൻസ്. അടുത്തത് റീസസിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റിവൈവ് ചെയ്യുക, തിരിച്ചു വരലാണ്, പുനർജീവിക്കുക എന്നൊക്കെ പറയില്ല, റിവൈവ് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരണം. ബ്രിങ് റൗണ്ട്, റീഗെയിൻ കോൺഷ്യസ്നെസ്. ബ്രിങ് റൗണ്ട് എന്ന് പറഞ്ഞാൽ റീഗെയിൻ കോൺഷ്യസ്നെസ് ആണ്, ബ്രിങ് ബാക്ക്, അതാണ് റീസസിനേറ്റ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഓൾ റൈറ്റ്. അടുത്ത് നോക്കിയേ, ഇംപെരറ്റീവ് എന്ന വാക്ക് ആലോചിച്ച് നോക്കിയേ. ഇംപെരറ്റീവ് നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഇംപെരറ്റീവിൻ്റെ പ്രത്യേകത ഇറ്റ്സ് എൻ ഇംപെരറ്റീവ്, ഇറ്റ്സ് എ നെസസിറ്റി, ഇറ്റ്സ് എ നീഡ്, ആവശ്യമാണ്. നീഡ് ഓഫ് ദ അവർ എന്ന് പറയില്ലേ. അപ്പോൾ ഇംപെരറ്റീവ് എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നാണ് അർത്ഥം. ഇറ്റ്സ് നീഡഡ്, വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആവശ്യമാണ്, എസെൻഷ്യൽ ആയ ഒരു കാര്യമാണ് എങ്കിൽ വി സേ ഇംപെരറ്റീവ് എന്ന് പറയും. അഡ്ജക്റ്റീവ് ആവുകയാണെങ്കിൽ അതിനെ പറയാം ക്രൂഷ്യൽ, എസെൻഷ്യൽ ആണ്. ക്രൂഷ്യൽ, എസെൻഷ്യൽ എന്നൊക്കെ പറയും നമുക്ക്. ഓക്കെ, ദാറ്റ് ഈസ് ഇംപെരറ്റീവ് എന്ന നൗണിൻ്റെയും അഡ്ജക്റ്റീവിൻ്റെയും യൂസേജ് കേട്ടോ. ഇംപെരറ്റീവ് എന്ന അർത്ഥം ഓർത്ത് വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, യെസ്, ലെറ്റ് മീ സീ ബിഫോർ നൗഡേയ്സ് അത് പറഞ്ഞു. ഇവിടെ 2 കഴിഞ്ഞ് സെറ്റിംഗ് അപ്പ് വരുമോ? ഏത് 2 കഴിഞ്ഞിട്ട്? ഹൗ ടു സെറ്റിംഗ് അപ്പോ? ഇല്ല, ഹൗ ടു സെറ്റപ്പ് ആണ്. സെറ്റിംഗ് അപ്പ് വരില്ല. 2 + V1 അല്ലേ വരുള്ളൂ കേട്ടോ. 2 + ING വരത്തില്ല. ING വരുന്ന എപ്പോഴാണെന്നറിയോ? ING വരുന്നത് ചില പ്രപ്പോസൽ ഫ്രേസുകളുടെ കൂടെയാണ്. നമ്മളത് പഠിച്ചു, നമ്മുടെ ജെറൻസിൽ പഠിച്ചായിരുന്നു. ഞാൻ കുറച്ച് ഫ്രേസുകൾ പഠിപ്പിച്ചായിരുന്നു. പാർവതി ഓർക്കുണ്ടോ അത്? There was an uptick in online shopping system during COVID-19 pandemic. Yes, the government should equip a commission to inquire about the uptick in fuel price. Yes, great. Job is inevitable part to outfit, to equip our life. Okay. I upticked. അപ്റ്റിക്കിന് ഇതില്ല, വേർബ് ഇല്ല. അപ്റ്റിക് ഇസ് നോട്ട് വേർബ് കേട്ടോ. അപ്റ്റിക് വേർബ് അല്ല. ഐ ഇൻക്രീസ്ഡ് അല്ലെ, ഐ റൈസ്ഡ് മൈ അല്ലെ, ഐ അപ്റ്റിക്ഡ് ഇൻ മൈ ഇംഗ്ലീഷ് പറയില്ല.
I improved in my, അല്ലെങ്കിൽ I succeeded in my English vocab by watching your video. Oh, എനിക്കുള്ള കോംപ്ലിമെൻ്റ് ആണോ? താങ്ക് യു സോ മച്ച്. മേഘ, ബട്ട് അപ്റ്റിക് ഇസ് നോട്ട് വേർബ് കേട്ടോ, അത് വേർബ് അല്ല. ഓക്കെ, അതിന് വേറെ സെൻറ്റൻസ് ഉപയോഗിക്കാം. ബ്ലഡ് ക്യാൻസർ ഓൾവേസ് എലിനേറ്റ് ഫ്രം ലൈഫ്. അല്ല, എലിനേറ്റ് വാട്ട്? എലിനേറ്റ് എന്ത്? ബ്ലഡ് ക്യാൻസർ ഓൾവേസ് എലിനേറ്റ് അസ് ഫ്രം ലൈഫ്. അസ്, നമ്മളെ. അല്ലെങ്കിൽ ഓൾവേസ് eliminate people from life. അങ്ങനെ. Okay, grievances and clamp down faced by rape survivors are to be rehabilitated. Okay, yes. Injustice and clamp down, yes. Repression. Cerebral ataxia leads patients in a harm-handed behavior. Okay, clumsy behavior. All right. Sanju Samson resuscitated Rajasthan Royal. Sanju Samson resuscitated, revived. പാസ്റ്റ് ടെൻസ് ആണല്ലേ, റിവൈവ്ഡ് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? റിവൈവ്സ്. പ്രസന്റ് ടെൻസ് കൊടുത്താലും കുഴപ്പമില്ല. സഞ്ജു സാംസൺ സിംഗുലർ അല്ലേ, സിംഗുലറിന് സിംഗുലർ വേർബ് കൊടുക്കണം, സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ്. 2+V4 വരുന്ന എക്സാമ്പിൾ ഞാൻ ആലോചിച്ച് പക്ഷേ കിട്ടുന്നില്ല. അതുകൊണ്ട് എന്താണ്? ബി യൂസ്ഡ് ടു പഠിച്ചല്ലേ പാർവതി? ബി യൂസ്ഡ് ടു, ലുക്ക് ഫോർവേഡ് ടു, അങ്ങനെയുള്ളതൊക്കെ ഇതല്ലേ? ലുക്ക് ഫോർവേഡ് ടു, ബി അക്കസ്റ്റം ടു, കമ്മിറ്റഡ് ടു, ഒബ്ജക്റ്റ് ടു, അതൊക്കെ. ഓക്കെ, please shift the patient to resuscitation room immediately. Okay, contaminated things are alienated from society. Okay, central government should make stringent legislation to resuscitate the lives of sex workers since they are alienated from society. All right. Police personnel are deployed when Indian President Ramnath Kovind spelling unde, Kovind unde ട്ടോ, visited Trivandrum. Okay, yes. Clamp down justice will, clamp down justice. ക്ലാംപ് ഡൗൺ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു റിപ്രഷൻ അല്ലേ, ചെക്ക് ആണ്. ക്ലാംപ് ഡൗൺ ഓഫ് ജസ്റ്റിസ്, റിപ്രഷൻ ഓഫ് ജസ്റ്റിസ് വിൽ ബ്രിങ് ബാഡ് എഫക്ട്സ് ടു അവർ സൊസൈറ്റി. ക്ലാംപ് ഡൗണും നൗണ്, ജസ്റ്റിസും നൗണ്, രണ്ടും ഒരുമിച്ച് വരില്ല. ക്ലാംപ് ഡൗൺ ഓഫ് ജസ്റ്റിസ് കേട്ടോ, അപ്പോൾ കറക്റ്റ് ആവും. എലിനേഷൻ ഈസ് പാർട്ട് വിത്ത് കോവിഡ് ട്രീറ്റ്മെൻറ്റ് വിച്ച് ഈസ് ഇമ്പെറേറ്റീവ് ടു മിറ്റിഗേറ്റ് ഫാസ്റ്റ് സ്പ്രെഡിങ്. യെസ്, ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ സെറ്റല്ലേ? നമുക്ക് വേഗം ആർട്ടിക്കിളോട്ട് പോയാലോ എല്ലാവരെയും? ആർട്ടിക്കിളോട്ട് പോകട്ടോ. അപ്പോൾ മനസ്സിലായി, വൊക്കാബൊക്കെ ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടേ പിള്ളേരെ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനേ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്ക് ബാച്ചിൻ്റെ ഒരു ഓർമ്മയുണ്ടല്ലോ, ബാങ്ക് ബാച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ SSC ബാങ്കിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള സീരീസിൻ്റെ കാര്യം മറക്കണ്ട. ഇന്ന് രാത്രി 9 മണിക്ക് നമുക്ക് ലൈവിൽ കാണാം, യൂട്യൂബിൽ തന്നെ കേട്ടോ, നമ്മുടെ യൂട്യൂബിൽ ലൈവിൽ കാണാം. അതുപോലെ ബാങ്ക് ബാച്ച്, ഫൗണ്ടേഷൻ ബാച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഉഷാറായിട്ട്. ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ജോയിൻ ചെയ്യുക. റെക്കോർഡ് ക്ലാസ്സുകൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവൈലബിൾ ആണ്. അതുപോലെ ബാങ്ക് ബാച്ച് അവസാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അതിനുള്ള മോക്ക് ടെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്, നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. SBI ക്ലാർക്കിൻ്റെ 100+ ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു ടെസ്റ്റ് സീരീസ് 599 ആണ് കേട്ടോ. 599 രൂപയാണ്. നിങ്ങൾക്ക് പക്ഷേ ഡിസ്കൗണ്ട് കിട്ടും, 17% ഡിസ്കൗണ്ട് ഉണ്ട്. Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ Y314 സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവിടെ ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ Y314 യെസ് ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അതുകൂടാതെ ഇംഗ്ലീഷ് കോഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ നമ്മുടെ ഡീറ്റെയിൽ കോഴ്സ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെയൊക്കെ പ്രാക്ടീസ് സെറ്റ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ സീരീസ് ഇറക്കുന്നത്. ഇന്ന് 9 മണിക്ക് വൈകിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർട്ടിക്കിളോട്ട് പോവാം. ഓക്കെ, ആർട്ടിക്കിളോട്ട് പോവാം. യെസ്, ഒരു പറ്റി പിള്ളേരെ, ഒരു പറ്റി. ഇപ്പോഴാണ് ഞാൻ ഓർത്തെ. എന്താ വെച്ചാൽ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ നല്ല തിരക്കായിരുന്നു, സമയം ഒരുപാട് എനിക്ക് വൈകി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടൈറ്റിൽ വിട്ടുപോയി. ടൈറ്റിൽ ഇതങ്ങനെയല്ല, ടൈറ്റിൽ വിട്ടുപോയി. എൻ്റെ കയ്യിൽ നിന്ന് ടൈറ്റിൽ കാറിപ്പോയി. ഞാൻ ടൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ പണിവാളം. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ടൈറ്റിൽ എന്തായിരുന്നു ഇന്ന്? യെസ്, സെക്സ് ആസ് വർക്ക്, അതാണ് ഇന്നത്തെ ടൈറ്റിൽ. ഐ എം സോ സോറി കേട്ടോ, ഇതല്ല ടൈറ്റിൽ, സെക്സ് ആസ് വർക്ക്. ഇന്നലത്തെ ടൈറ്റിൽ ഞാനത് തിരുത്തി തരാം. സെക്സ് ആസ് വർക്ക്, ഇതാണ് ടൈറ്റിൽ ഇന്നത്തെ. ഓക്കെ, സെക്സ് ആസ് വർക്ക് ആണ് ഇന്നത്തെ ടൈറ്റിൽ. ആൻഡ് നമുക്കത് വായിച്ചുവിടാം. Laws should free consenting sex workers from stigma and grant them rights. അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത്. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കിവിടാം. അപ്പോൾ സെക്സിനെ വർക്കായിട്ട് കാണുക, അല്ലേ? നമ്മൾ എല്ലാ വർക്ക് ചെയ്യുന്നവർക്കും ഡിഗ്നിറ്റി ഉണ്ട്, അതനുസരിച്ച് അവരെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സെക്സ് വർക്കേഴ്സ് ആർ വർക്കിംഗ് അല്ലേ, വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറയുകയാണ് സെക്സ് ഇസ് വർക്കിനെ പറ്റിയാണ് കേട്ടോ. നോക്കാം. അപ്പോൾ ലോ ഷുഡ്, നിയമം എന്താ കൊണ്ടുവരണ്ടേ?
ഫ്രീ ചെയ്യണം. എന്തിനെ ഫ്രീ ചെയ്യണം? ആരെ ഫ്രീ ചെയ്യണം? കൺസെൻറ്റിങ് സെക്സ് വർക്കേഴ്സിനെ, കൺസെൻ്റ് ഉള്ള അപ്രൂവൽ, സ്വന്തം അപ്രൂവലോടുകൂടെ സെക്സ് വർക്കേഴ്സ് ആയ ആൾക്കാരെ അവരെ ഫ്രീ ചെയ്യണം. എവിടെ നിന്ന്? സ്റ്റിഗ്മയിൽ നിന്ന്, അതായത് ഡിസോണറിൽ നിന്ന് കൊടുക്കണം. ആൻഡ് ഗ്രാൻഡ് ദം റൈറ്റ്സ്, എന്നിട്ട് അവർക്ക് റൈറ്റ്സ് ഗ്രാൻഡ് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യുക, ഗിവ് ചെയ്യുക. അതിനെയാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, യെസ്. എന്തോ സെനൻസ് പറഞ്ഞേ? ഇമ്പerative steps should be taken to resuscitate the Indian economy. Yes, the editorial session by Rintu ma'am is imperative to add the general awareness. Thank you, very good, thank you. Above, a long-standing demand of sex workers that their work be decriminalized has been partially fulfilled with the Supreme Court passing an order on May 19th that adult sex workers are entitled to dignity and equal protection under law. Directing the police to respect the rights of consenting sex workers, the court observed that, notwithstanding the profession, every individual has a right to be dignified life under Article 21 of the Constitution. It reiterated what the court had ruled in. അപ്പോൾ കുറേ നാളത്തെ ഡിമാൻഡിന് ശേഷം, സെക്സ് വർക്കേഴ്സിന്റെ ഡിമാൻഡിന് ശേഷം കോർട്ട് പറയാണ് ഈ സെക്സ് വർക്കേഴ്സിന്റെ വർക്കിനെ ഡീക്രിമിനലൈസ് ചെയ്യണം. അതായത് ഡീക്രിമിനലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ക്രിമിനൽ ഒഫൻസ് അല്ല എന്നാക്കുക. അത് ക്രിമിനൽ അല്ല, ഫ്രീ ഫ്രം ക്രൈം, അതിനാണ് ഡീക്രിമിനലൈസ് ചെയ്യുക. ഫ്രീ ഫ്രം ക്രൈമായിട്ട് അതിനെ കണക്കാക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം അവർ കുറേ നാളായി പറഞ്ഞിട്ടുണ്ട്. കാരണം അതെങ്ങനെയാണ് സെക്സ് വർക്കേഴ്സ് മാത്രം ക്രൈം ആവുക? അല്ലേ? സെക്സ് വർക്കേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് ക്രൈം ആവുക? അപ്പം ഇതിന് ഇപ്പം സെക്ഷൽ ഇൻ്റലിജൻസിന് ആക്കുന്ന, അല്ലെ, ചെന്ന് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ, പൈസ കൊടുത്ത് സെക്സ് കിട്ടാൻ വേണ്ടി ചെല്ലുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും ആരല്ല, ക്രിമിനൽസ് അല്ല. സെക്സ് വർക്കേഴ്സ് മാത്രം ക്രിമിനൽസ്. അതെന്ത് പരിപാടിയാണ്? ഒരു കൈ മാത്രമാണോ അടിച്ചൊച്ച ഉണ്ടാകുന്നത്? അല്ല, രണ്ട് കൈയും അടിക്കപ്പെടുന്നില്ലേ? അതിൽ ഒരു കൈനെ മാത്രം നമ്മൾ ശിക്ഷിക്കുമോ? ഇല്ല. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം നടക്കുന്നത്. അപ്പോൾ കുറേ ഇൻജസ്റ്റിസ് ഉണ്ട്, കുറേ പൊളിച്ചെടുത്തുള്ള ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിനെപ്പറ്റി ഒരു നല്ലൊരു ആർട്ടിക്കിളാണ് ഇത്, അല്ലേ? ഹാസ് ബീൻ പാർഷ്യലി ഫുൾഫിൽഡ് വിത്ത് സുപ്രീം കോർട്ട് പാസ് ചെയ്തു. അപ്പോൾ സുപ്രീം കോർട്ട് പാർഷ്യലി ഇതൊന്ന് ഫുൾഫിൽ ചെയ്തു, മുഴുവനായിട്ടല്ല പാർഷ്യലായിട്ട് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. മെയ് 19th അഡൽട്ട് സെക്സ് വർക്കേഴ്സ്, അഡൽട്ട് ആയിട്ടുള്ള കേട്ടോ 18 വയസ്സിന് മേലെയുള്ള സെക്സ് വർക്കേഴ്സിന് എന്താ ഡിഗ്നിറ്റി എൻടൈറ്റിൽ ചെയ്ത് കൊടുത്തുകൊണ്ട്, അതുപോലെ ഈക്വൽ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട്, ഡിഗ്നിറ്റി കൊടുത്തുകൊണ്ട്, ഈക്വൽ പ്രൊട്ടക്ഷൻ ലോയുടെ പേരിൽ കൊടുത്തുകൊണ്ട് പറയാണ്. എന്നിട്ട് ഇവിടെ കൃത്യമായിട്ട് പറയുന്ന ഇങ്ങനെയാണ്, പോലീസ് ഓഫീസേഴ്സിനോട് പറഞ്ഞു, പ്രത്യേകിച്ച് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ കൺസെൻറ്റിംഗ് ആയ സെക്സ് വർക്കേഴ്സിന്റെ റെസ്പെക്ട് ചെയ്യണം, അവരുടെ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഏത് പ്രൊഫഷൻ എന്നുള്ളതല്ല, ഏത് ഇൻഡിവിജ്വൽ ആണെങ്കിലും, എല്ലാ ഇൻഡിവിജ്വലും, പ്രൊഫഷൻ നോക്കിയാൽ എല്ലാ ഇൻഡിവിജ്വലിനും ഈക്വൽ ഡിഗ്നിറ്റി ഉണ്ട് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 21 അനുസരിച്ച്, അനുശാസിക്കുന്നതനുസരിച്ച് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ട്. കേട്ടോ? അതാണ് കോർട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് റീസ്റ്റേറ്റ് ചെയ്യുക ചെയ്ത് കോർട്ട് ഇവിടെ റീസ്റ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഹാഡ് റൂൾഡ് ഇൻ ബുദ്ധദേവ് കർമാസ്കർ 2011 ബുദ്ധദേവ് കർമാസ്കറിൽ പറഞ്ഞ കാര്യം റീസ്റ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ദാറ്റ് സെക്സ് വർക്കേഴ്സ് ആർ ഓൾസോ എൻടൈറ്റിൽഡ് ടു എ ലൈഫ് ഓഫ് ഡിഗ്നിറ്റി. സെക്സ് വർക്കേഴ്സിനും ലൈഫ് ഡിഗ്നിറ്റിയോടെ ജീവിക്കാനുള്ളൊരു അവസരമുണ്ട്. ദേ ഓൾസോ ഹാവ് ദാറ്റ് ഡിഗ്നിറ്റി. ആ ഡിഗ്നിറ്റി അവർക്കും ഉണ്ട്. വിത്ത് ദ ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺസ് Prevention, Protection and Rehabilitation Bill yet to see the light of day, the court invoked powers under Article 142 to issue guidelines till the legislation is in force. In 2011, it had set up a panel to look at prevention of trafficking, rehabilitation and conditions conducive for sex workers who wish to continue work. As the court awaits the government's response to the panel's recommendations that adult sex workers should not be arrested or penalized or harassed or victimized. A 3-judge നോക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നതിലോട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. നമ്മുടെ ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺ, ആൾക്കാരെ ആളുകളെ കടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ബില്ലുണ്ടല്ലോ, അതിനി പാസ് ചെയ്യാൻ വേണ്ടിയിരിക്കുക. ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺ ഇതുവരെ അതിന് വേണ്ടിയിട്ടൊരു ബില്ല് ഇതുവരെ പാസ് ചെയ്തിട്ടില്ല. അത് ലൈറ്റ് ഓഫ് ദ ഡേ കാണാൻ വേണ്ടി കിടക്കുക. ഇറ്റ് മസ്റ്റ് ബി ഇംപ്ലിമെൻറ്റഡ്, അല്ലേ? അത് ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. ഇറ്റ് മസ്റ്റ് ബി ഇംപ്ലിമെൻറ്റഡ്, അല്ലേ? അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം വരുന്നേ ഉള്ളൂ. അത് പുറംലോകം കാണാൻ കിടക്കുന്നേ ഉള്ളൂ, അല്ലേ? ഇംപ്ലിമെൻറ്റേഷൻ കാണാൻ വേണ്ടി കിടക്കുന്നേ ഉള്ളത്. അതായത് അതിൻ്റെ ഈ ഒരു ബില്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രിവെൻഷൻ വേണം, പ്രൊട്ടക്ഷൻ വേണം, റീഹാബിലിറ്റേഷൻ വേണം. ട്രാഫിക് ചെയ്യപ്പെടുന്ന ആൾക്കാർ, അല്ലേ? കടത്തുന്ന ആൾക്കാർ, അവർ പോലും അറിയാതെ അവരെ കടത്തുന്ന ആൾക്കാർ. അപ്പോൾ ആർട്ടിക്കിൾ 142 അനുസരിച്ച്, അതിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അത് പുറത്തോട്ട് കൊണ്ടുവരേണ്ടതാണ്. അത് കൊണ്ടുവരാനുള്ള മാർഗ്ഗങ്ങളിലോട്ട് കൊണ്ടുവരുന്ന ഇതുവരെ അത് പുറത്തോട്ടായിട്ടില്ല. 2011 ഒരു പാനലിനെ സെറ്റ് ചെയ്തായിരുന്നു. 2021 ഒരു പാനലിനെ സെറ്റപ്പ് ചെയ്തായിരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തായിരുന്നു.
ഈ ട്രാഫിക്കിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയില്ല, അതിനെപ്പറ്റി ഒന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടി, ടു തിങ്ക് അബൌട്ട് ഇറ്റ്, ടു ലുക്ക് ഇൻ ടു, കണ്ടംപ്ലേറ്റ് ഓൺ ഇറ്റ്, അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം, കണ്ടംപ്ലേറ്റ് ചെയ്യണം, അതിനെപ്പറ്റി തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഒരു പാനൽ സെറ്റപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ട്രാഫിക്കിങ് മാത്രമല്ല, റീഹാബിലിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ ട്രാഫിക്കിംഗ് നടത്തി കഴിഞ്ഞിട്ട് റീഹാബിലിറ്റേഷൻ അവർക്ക് വേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷൻ വേണം. ആൻഡ് ദ കണ്ടീഷൻസ് ഫേവറബിൾ കണ്ടീഷൻസ് ഒരുക്കുക. കണ്ട്യൂസീവ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ അല്ലേ, ഫേവറബിൾ ഫോർ, കണ്ട്യൂസീവ് ഫോറും പറയും, കണ്ട്യൂസീവ് ടു സംതിങ് എന്നും പറയും. ഫോർ സംബഡി ആൻഡ് ടു സംതിങ് എന്നാണ്. സോ ഫേവറബിൾ ആയിട്ട് അല്ലേ, ഇവർക്ക് വേണ്ടിയിട്ട് ഫേവറബിൾ ആയിട്ട്, സെക്സ് വർക്കേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള, കാരണം വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാം, അങ്ങനെയുള്ളവർക്ക് ഫേവറബിൾ ആയ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ പാനലിൻ്റെ ഉദ്ദേശം. അങ്ങനെ കോർട്ട് വെയിറ്റ് ചെയ്തു, കുറേ നാൾ വെയിറ്റ് ചെയ്തു, ഗവൺമെൻറ് റെസ്പോൺസ് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ പാനലിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു, ഒരിക്കലും നമ്മുടെ സെക്സ് വർക്കേഴ്സിനെ ദേ ഷുഡ് നോട്ട് ബി അറസ്റ്റ് ചെയ്യാൻ പാടില്ല, പീനലൈസ് ചെയ്യാൻ പാടില്ല, അതായത് പെനാൽറ്റി കൊടുക്കുക, അവർക്ക് പണിഷ് ചെയ്യാൻ പാടില്ല, പീനലൈസ് ചെയ്യുക, പണിഷ്ഡ്, അറസ്റ്റഡ്, പണിഷ്ഡ്, ഹറാസ്ഡ് ഓർ വിക്ടിമൈസ്ഡ് അല്ലേ, അവർ വിക്ടിമൈസ് ചെയ്യാൻ പാടില്ല, വിക്ടിമായിട്ട് വരുത്താൻ പാടില്ല, ഹറാസ് ചെയ്യപ്പെടാൻ പാടില്ല, പണിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടുവന്നു. ഓക്കെ, അതൊരു 3 ജഡ്ജ് ബെഞ്ചാണ് കൊണ്ടുവന്നത്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു. ഇപ്പം നിയമം നന്നായിട്ട് നടക്കുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലെ നിങ്ങൾക്ക്, കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. സോ ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു ആണ് ഇതിൻ്റെ പാനലിലുള്ള, ഇവരും ഉള്ള എത്ര പാനലാണ്, 3 ജഡ്ജ് ബെഞ്ചാണ് ഇതിന് മുന്നോട്ട് കൊണ്ടുവന്നത്. സോ ദേ ഡിഡ് വെൽ ടു ഡയറക്ട് പോലീസ് ടു ട്രീറ്റ് ഓൾ സെക്സ് വർക്കേഴ്സ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഷുഡ് നോട്ട് അബ്യൂസ് ദം. അപ്പോൾ അവർ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പോലീസിന്, പ്രത്യേകിച്ച് പോലീസുകാർക്കാണ് ഇവരെ കാണുമ്പോൾ ഒരു പ്രശ്നം. അപ്പോൾ ഈ പോലീസുകാരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ടു ട്രീറ്റ് സെക്സ് വർക്കേഴ്സ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഷുഡ് നോട്ട് അബ്യൂസ് ദം. അവരെ ഡിഗ്നിറ്റിയോടെ ട്രീറ്റ് ചെയ്യുക, ആൻഡ് ഷുഡ് നോട്ട് അബ്യൂസ് ദം. വെർബലി ആൻഡ് ഫിസിക്കലി, വാക്കാലെയോ പ്രവൃത്തിയാലെയോ അവരെ ഹറാസ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ അബ്യൂസ് ചെയ്യാൻ പാടില്ല. സബ്ജക്ട് ദം ടു വയലൻസ് ഓർ കൊയേഴ്സ് ദം ഇൻ ടു എനി സെക്ഷൽ ആക്ടിവിറ്റി. നിർബന്ധമായിട്ടും അത് എടുത്ത് പറയാൻ കാരണം ഇങ്ങനെ നടക്കാറുണ്ട്, അതുകൊണ്ടാണ്. വെർബലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും നമ്മൾ പോലീസുകാർ എന്ത് ചെയ്യാൻ പാടില്ല, സെക്സ് വർക്കേഴ്സിനെ അബ്യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ, അവരെ വയലൻസിന് ഏർപ്പെടുത്താൻ പാടില്ല, വയലൻസ് അവർക്ക് എതിരെ പറ്റിക്കാൻ പാടില്ല, അവരെ പ്രഷറൈസ് ചെയ്യാൻ പാടില്ല, ഡോണ്ട് കോയേഴ്സ് ദം ഇൻ ടു സെക്ഷൽ ആക്ടിവിറ്റി. അവരെ എന്താ പറയുക, മൊളസ്റ്റ് ചെയ്യാൻ പാടില്ല, അത് തന്നെ ലിറ്ററലി മൊളസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇവർ ഒരുപാട് സെക്സ് വർക്കേഴ്സിനെ പോലീസുകാർ തന്നെ ബലാത്സംഗം ചെയ്യാറുണ്ട്. സോ അത് നടന്നു, ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പുറത്ത് വരാത്ത കഥകളുണ്ട്. അങ്ങനെ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, എക്കണോമിക് ആക്ടിവിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ, സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഇതിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നതാണ്, ഒരുപാട് കേട്ടിട്ടുണ്ട്, പുറത്തോട്ട് വരാത്ത കഥകളുണ്ട്, സിനിമയിലൂടെയൊക്കെ മാത്രം കേൾക്കുന്ന ഓരോ കാര്യങ്ങളാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഈ കോർട്ട് ഇപ്പോൾ പറഞ്ഞത്. ഡ്യൂറിംഗ് ദ ഹിയറിംഗ്സ് വിധി, ദ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ജയന്ത് സുദ് had conveyed to the court that the government has certain reservations on some of the panel's recommendation. The court has asked the government to respond to panel suggestions in 6 weeks by holding that basic protection of human decency and dignity extends to sex. അപ്പോൾ എന്തായാലും പാർഷ്യലായിട്ടാണ് ഇത് നടന്നതെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, പാർഷ്യലായിട്ടാണ് ഒന്ന് ഫുള്ളി ഇതായിട്ടില്ല. അപ്പോഴാണ് പറയുന്നത്, ഇനി ഹിയറിംഗിന്റെ സമയത്ത് വിധിയുടെ സമയത്ത് അഡീഷണൽ സോളിസിറ്റർ ജനറലായ ജയന്ത് സുദ് പറയുന്നത് ഇങ്ങനെയാണ്, കോർട്ടിനോട് പറഞ്ഞു, ഗവൺമെന്റിന് കുറച്ച് റിസർവേഷൻസ് ഉണ്ട് അല്ലേ, അപ്പോൾ അതൊക്കെ ചില പാനലിന്റെ റെക്കമെൻഡേഷനോട് ഞങ്ങൾക്ക് കുറച്ച് റിസർവേഷൻസ് ഉണ്ട്, അതനുസരിച്ച് അപ്പോൾ അതിന് ആലോചിക്കാൻ വേണ്ടി സമയം കൊടുത്തിട്ടുണ്ട്. ഈ സജഷൻ പുട്ട് ഫോർത്ത് ചെയ്യാൻ വേണ്ടി 6 ആഴ്ച കൊടുത്തിട്ടുണ്ട്, 6 വീക്സ് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് 1.5 മന്ത് ടൈം കൊടുത്തിട്ടുണ്ട്. സമയം എടുത്തോളൂ റെസ്പോണ്ട് ചെയ്യാൻ, ഈ പാനലോട് റെസ്പോണ്ട് ചെയ്യാൻ അവർക്ക് ഗവൺമെന്റിന് സമയമുണ്ട്. അപ്പോൾ കുറച്ച് കാര്യം കൃത്യമായിട്ട് പറയുന്നത്, ബേസിക് പ്രൊട്ടക്ഷൻ വേണം, അവരുടെ ഹ്യൂമൻ ഡീസൻസി, ബേസിക് പ്രൊട്ടക്ഷൻ എല്ലാ മനുഷ്യർക്കും പോകണം. അങ്ങനെയുള്ളവർ മനുഷ്യരല്ലേ സെക്സ് വർക്കേഴ്സ്, സോ ദേ വോണ്ട് ദ ഡിഗ്നിറ്റി ആൻഡ് ദ ഡീസൻസി ഓഫ് ഹ്യൂമൻ ഡീസൻസി അവർക്ക് കൊടുക്കണം. എക്സ്റ്റെൻസ് ടു സെക്സ് വർക്കേഴ്സ് ആൻഡ് ദ ചിൽഡ്രൻ, അവർക്കും അവരുടെ കുട്ടികൾക്കും, സെക്സ് വർക്കേഴ്സിനും അവരുടെ കുട്ടികൾക്കും ബേസിക് ആയ ഒരു ഹ്യൂമൻ ഡീസൻസി കൊടുക്കുക, അതുപോലെ പ്രൊട്ടക്ഷൻ കൊടുക്കുക. സോ കോർട്ട് ഹാസ് സ്ട്രക്ക് എ ബ്ലോ, നോക്കിയാൽ സ്ട്രക്ക് എ ബ്ലോ അല്ലെ, അതിനെതിരെ പ്രവർത്തിക്കുക അല്ലെ, കോർട്ട് ഹാസ് ഡൺ സംതിങ് അഗൻസ്റ്റ് ഓർ സ്ട്രക്ക് എ ബ്ലോ ഫോർ ദി റൈറ്റ്സ് ഓഫ് ദ എക്സ്പ്ലോയിറ്റഡ്, റൈറ്റ്സ് ഓഫ് ദ എക്സ്പ്ലോയിറ്റഡിന് വേണ്ടിയിട്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നവർക്ക് വേണ്ടി അല്ലെ വൾണറബിൾ സെക്ഷൻസ് ഉള്ളവർക്കിൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട് പൊരുതി ആയിട്ടാണ് ഈ കോർട്ട് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നത്. കമ്മിങ് ഡൗൺ ഹെവിലി ഓൺ the brutal and violent attitude of the police towards sex workers, the court said it is as if they are a class whose rights are not recognized. It has asked state governments to do a survey of protective homes under the Immoral Traffic Prevention Act, the legislation governing sex work in India, to review the cases of adult women detained there and process their release in a time-bound manner. The ITP Act penalizes acts such as running a brothel, soliciting in a, പറഞ്ഞു തരാം നമുക്ക് ഡീലായിട്ട് നോക്കാം. അപ്പോൾ
കൃത്യമായിട്ട് പറയുന്നത് ബ്രൂട്ടൽ ആൻഡ് വയലന്റ് ട്രീറ്റ്മെന്റ് ആണ്, വയലന്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോലീസ്. അത് എടുത്തു പറയണമല്ലോ. വളരെ വയലന്റ് ആയിട്ടുള്ള ബ്രൂട്ടൽ ആയ ട്രീറ്റ്മെന്റ് ആണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സെക്സ് വർക്കേഴ്സിനോട് കാണിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇതിന് എതിരെയാണ് ഇവിടെ കോർട്ട് പറഞ്ഞത്. കോർട്ട് പറഞ്ഞു ഇവരും ഒരു ക്ലാസ് ആണ്. ദേ ആർ ഓൾസോ എ ക്ലാസ് ഓഫ് പീപ്പിൾ ഹു ആർ നോട്ട് റെക്കഗ്നൈസ്ഡ്. അവരെ ഒന്ന് മനുഷ്യൻ പോകുന്ന വഴിക്ക് മനുഷ്യനായിട്ട് പോലും കരുതാത്ത, കൺസിഡർ പോലും ചെയ്യാത്ത ഒരാൾക്കാരാണ്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോർട്ടിന്റെ ഈ ഒരു നിയമം. ഓക്കെ, അത് മാത്രമല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രൊട്ടക്റ്റീവ് ഹോംസ്, ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിന്റെ ഇതിൽ പ്രൊട്ടക്റ്റീവ് ഹോംസ് ഇവർക്ക് വേണ്ടി ഒരുക്കുക, അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു സെക്കൻഡ്, സോറി. ഓക്കെ, ഇവിടെ പോയി. യെസ്, ഹോംസ് കൊടുക്കുക, പ്രൊട്ടക്റ്റീവ് ഹോംസ് അവർക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്സ് വർക്കിന് അവരെ അതിനുവേണ്ടി ലെജിസ്ലേഷനിൽ സെക്സ് വർക്ക്സിന് വേണ്ടിയിട്ടുള്ള ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർ ഫോഴ്സ്ഫുൾ ആയി പോകുന്നവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഹോംസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ വർക്കിലോട്ട് താല്പര്യമില്ല, കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഹോംസ് കൊണ്ടുവരും, അവരെ ഹെൽപ്പ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള അഡൽട്ട് വിമന്റെ കേസുകൾ, ഡിറ്റെയിൻ ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ, പ്രൊഹിബിറ്റഡ് ആയിട്ട് ഹോൾഡ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഒന്ന് റിലീസ് ചെയ്യണം, അവരെ റിലീസ് ചെയ്ത് വിടണം. ഡിറ്റൻഷനിലുള്ള ആൾക്കാരുണ്ട്, തടവിലുള്ള ആൾക്കാരുണ്ട്. പഴയ സമയമെടുത്ത് ടൈം ബൗണ്ട് മാനറിൽ അതിനെ ഒന്ന് ഇതാക്കാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ദ ITP, ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്, ITP ആക്ടിന്റെ ഇതിലനുസരിച്ച് നമ്മൾ ബ്രോതൽ നടത്തുന്ന ഒരാളെ അല്ലെ, ബ്രോതൽ നടത്തുന്ന ഒരു ആളെ എന്താണ്, അത് ലീഗലാണ്, പീനലൈസ് ചെയ്യാൻ പറ്റും, പണിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് സോളിസിറ്റിംഗ് ഇൻ എ പബ്ലിക് പ്ലേസ്, നേരത്തെ പറഞ്ഞില്ലേ, പെർസ്വേഡിങ് ഇൻ എ പബ്ലിക് പ്ലേസിൽ വിട്ടിട്ട് ആൾക്കാരെ പെർസ്വേഡ് ചെയ്യുന്നതും നിയമത്തിന് എതിരാണ്. ITPന്റെ ഇതിൽ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിന് അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ബ്രോതൽ നടത്തുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ പെർസ്വേഡ് ചെയ്യുക ആൾക്കാരോട് വാ എന്ന് പറഞ്ഞ് അവരെ വിളിക്കില്ലേ, ആ സൊളിസിറ്റിംഗ് പബ്ലിക് പ്ലേസിൽ സൊളിസിറ്റ് ചെയ്യുന്നതും ഇതാണ്. ആൻഡ് ലിവിംഗ് ഓഫ് ഏർണിംഗ്സ് ഓഫ് സെക്സ് വർക്കേഴ്സ് ആൻഡ് ലിവിംഗ് വിത്ത് ഹാബിച്വലി ബീങ് ഇൻ എ കമ്പനി ഓഫ് വൺ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പം എന്തൊക്കെയാണ് ഇതിനെതിരെ വരുന്നത്? ബ്രോതൽ നടത്തുന്നത് ഒരു തെറ്റ്, സൊളിസിറ്റ് ചെയ്യുന്നത് പബ്ലിക് പ്ലേസിൽ സൊളിസിറ്റ് ചെയ്യുന്നത് അടുത്ത തെറ്റ്, ഇതൊക്കെ ഇല്ലീഗൽ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ഏർണിംഗ്സ് ഓഫ് എ സെക്സ് വർക്കർ. അപ്പം സെക്സ് വർക്കിന്, അതായത് ഇവരെ മുതലെടുക്കുകയാണ്. ചിലരുണ്ടല്ലോ ഇവരെ വെച്ച് പൈസ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ. സോ ഡിപ്പെൻഡിങ് ദ ഏർണിംഗ് ഓൺ ലിവിംഗ് ഓഫ് ദ ഏർണിംഗ്സ് ഓഫ് ദ സെക്സ് വർക്കേഴ്സും, അതുപോലെ ലിവിംഗ് വിത്ത് ഓർ ഹാബിച്വലി ബീങ് ഇൻ ദ കമ്പനി ഓഫ് വൺ. അപ്പം ഇവരുടെ കൂടെ ജീവിക്കുവാണ്, ലിവിംഗ് ചെയ്യുന്നതും ഹാബിച്വലി ബീങ് ഇൻ ദ കമ്പനി ഓഫ് ദ സെക്സ് വർക്കേഴ്സും. അതായത് നമ്മൾ കുറെ നാളായിട്ട് സെക്സ് വർക്കേഴ്സിന്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാരും, അതൊക്കെ ഇല്ലീഗലാണ് ITPയുടെ ഇതിലനുസരിച്ച്. Okay, the court's general observation should help sensitize the police, media and society towards sex workers who have generally been invisible and voiceless. The bail is in the government's court to draw up appropriate legislation to free consenting sex workers from stigma and grant them workers' rights. In that too, the court suggested the state and center and states involve sex workers or their representatives to reform laws. അപ്പോൾ ഇവിടെ ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്, കോർട്ട് പറഞ്ഞ എങ്ങനെയാണ്, കോർട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് അവരുടെ പാനൽ ഇതിനു വേണ്ടി തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ പോലീസിനെ സെൻസിറ്റൈസ് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കണം, ബോധം ഉണ്ടാക്കണം, ഇവർക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, മീഡിയയ്ക്ക്, സൊസൈറ്റിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അവരുടെ ചിന്താഗതി ടുവേർഡ്സ് നമ്മുടെ സെക്സ് വർക്കേഴ്സ്. കാരണം ഇവരെ നോർമലി ഇവർ ഇത്ര കാലമായിട്ട് ഇൻവിസിബിൾ ആണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ ഇൻവിസിബിൾ ആയ ആൾക്കാരാണ്, അല്ലെങ്കിൽ വോയിസ്ലെസ് ആണ്, ദേ ആർ നോട്ട് ഹാവിങ് വോയിസ്, പുറത്ത് അവരുടെ വോയിസ് നമ്മൾ കേൾക്കണില്ല. അപ്പോൾ ഇപ്പോൾ ബോൾ കോർട്ടിൻ്റെ കയ്യില്ല, കോർട്ടിന് തീരുമാനിക്കാം അല്ലെ, കോർട്ട് ഇസ് റെസ്പോൺസിബിൾ ടു ഡ്രോ അപ്പ് അപ്രോപ്രിയേറ്റ്. അപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യണം ലെജിസ്ലേഷൻ, പുതിയ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ കോർട്ടിന്റെ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. എന്തിനു വേണ്ടിയിട്ടാ? ടു ഫ്രീ കൺസെൻറ്റിങ് സെക്സ് വർക്കേഴ്സിനെ ഫ്രീ ചെയ്യുക സിഗ്മയിൽ നിന്ന്. അങ്ങനെ അവർക്ക് എന്ത് കൊടുക്കണം? റൈറ്റ്സും, അവർക്ക് വേണ്ട റൈറ്റ്സ് കൊടുക്കുക എന്നുള്ളത്. അപ്പം അതിലും കോർട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റും സെൻറ്ററും കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്യണം, സെക്സ് വർക്കേഴ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, ആൻഡ് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇൻവോൾവ് ചെയ്തിട്ട് ലോസിനെ റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചേക്കുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് പ്രോമിസിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അനലിറ്റിക്കൽ ആർട്ടിക്കിളാണിത്. ഓക്കെ, നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതെ, സത്യഹരി, ഒരാൾ ചെയ്യുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അത്രത്തോളം കാലം അത് ലീഗലാണ് അല്ലേ, അതിനെ ഇല്ലീഗലായിട്ട് നമ്മൾ കരുതേണ്ട ഒരു കാര്യം നമുക്കില്ല. യെസ്, ദാറ്റ്സ് ഇറ്റ്.
യാ ഓക്കെ. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുണ്ട് സെക്സ് വർക്ക് ലീഗൽ അല്ലാത്തത് പിന്നെ സെക്സ് എഡ്യൂക്കേറ്റ് ഇല്ലാത്തതുമാണ് ഇവിടുത്തെ പോലത്തെ ക്രൈം ഉണ്ടായ കാരണം. സത്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ മെച്യൂർഡ് ആവുന്നില്ലാത്തത് അതുകൊണ്ട് തന്നെയാണ്. ശരിയാണ്, നമ്മുടെ നാട്ടിലെ മെച്യൂരിറ്റി കുറയുന്നതും ഒരുപാട് പ്രശ്നങ്ങളുടെയും കാരണം ഇത് തന്നെയാണ്. യെസ്, മനസ്സിലായല്ലോ. ലെറ്റ്സ് മൂവ് ഓൺ. സിമ്പിൾ അല്ലേ? ഇന്നലത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്നലത്തെ സ്പോട്ട് ദ ക്വസ്റ്റ്യനിലോട്ട് പോയിക്കേ. റണ്ണിങ് എ സക്സസ്ഫുൾ ഇലക്ട്രൽ ക്യാമ്പയിൻ ഇസ് ഹാർഡ് ബട്ട് ഹെഡിങ് എ ഗവൺമെന്റ് ദാറ്റ് മീറ്റ്സ് ദ ക്യാമ്പയിൻ പ്രോമിസ് ഇസ് മോർ ഹാർഡർ. ഇതെന്താ ക്വസ്റ്റ്യൻ? ഇതിന്റെ ആൻസർ ഒന്ന് പറയോ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. റണ്ണിങ് എ സക്സസ്ഫുൾ ഇലക്ട്രൽ ക്യാമ്പയിൻ ഈസ് ഹാർഡ്. ഭയങ്കര കഷ്ടപ്പാടാണ് ഒരു സക്സസ്ഫുൾ ഇലക്ട്രൽ ക്യാമ്പയിൻ റൺ ചെയ്യുന്നതിന്. ബട്ട് ഹെഡിങ് എ ഗവൺമെന്റ് ദാറ്റ് മീറ്റ്സ് എ ക്യാമ്പയിൻ പ്രോമിസ് ഇസ് മോർ ഹാർഡർ. പക്ഷേ ഒരു ഗവൺമെന്റിനെ ലീഡ് ചെയ്യുക, ആ ഗവൺമെന്റ് ക്യാമ്പയിനെ മീറ്റ് ചെയ്യുന്ന ക്യാമ്പയിനിന്റെ പ്രോമിസ് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിലും കഷ്ടപ്പാടാണ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്താണ് എറർ എന്ന് പറയൂ? പീപ്പിൾ ടെൽ മീ ദ എറർ. എറർ എന്താന്ന് പറ, വേഗം പറ, നിർത്താം. അടുത്ത ക്ലാസ്സുമായിട്ട് നമ്മുടെ കാവ്യ മിസ് വരുന്നുണ്ടെന്നേ. വേഗം, കാവ്യ മിസ്സിന്റെ ക്ലാസ്സിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് നിർത്തണ്ടേ? വേഗം പറ, വേഗം പറ. പറയൂ. യെസ്, ഹാർഡർ എന്ന് പറയുന്നത് ഓൾറെഡി കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. ഡബിൾ കമ്പാരറ്റീവ് ഡിഗ്രി വരേണ്ട കാര്യമുണ്ടോ? ഹാർഡിന്റെ കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ഹാർഡർ. അപ്പൊ വീണ്ടും അതിൻ്റെ കൂടെ മോർ ഇട്ട് കൊടുക്കണ്ട. കമ്പാരറ്റീവ് ഡിഗ്രി ഇല്ലാത്ത ഇതിനും മോർ ബ്യൂട്ടിഫുൾ, മോർ ഇൻഡസ്ട്രിയസ്, മോർ ഹാർഡ് വർക്കിംഗ് അങ്ങനെയൊക്കെ കൊടുക്കാം. മോർ അമേസിങ്, മോർ ത്രില്ലിംഗ് ഒക്കെ കൊടുക്കാം. അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെ അത് കട്ട് ചെയ്ത് കളയാം. മോറിന്റെ ആവശ്യം ഇവിടെ ഇല്ല. മോർ ഉണ്ടെങ്കിൽ ഇതെന്താവും? മോർ ഉണ്ടെങ്കിൽ ഇത് സൂപ്പർ ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയി മാറും. അപ്പൊ സൂപ്പർ ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അനുവദിക്കാൻ പറ്റില്ല. ഗ്രാമാറ്റിക്കലി ദാറ്റ് ഇസ് റോങ് കേട്ടോ. ഇത് സൂപ്പർ ഫ്ലോസ് ആയിരുന്നു, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചു. Yet, this does not mean that the voices of separatism is the valley have silenced. In the valley have silenced. കേട്ടോ. Yet, this does not mean that the voices of separatism in the valley have silenced. ഇതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്, ആൻസർ എനിക്ക് കോമന്റ് സെക്ഷനിൽ തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ബാച്ച് LDCയുടെ ഫസ്റ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മെയ് 30 നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഷടപടയും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ കോഡ് ഉപയോഗിക്കാം, Y314 എന്ന കോഡ് ഉപയോഗിക്കുക. ആൻഡ് നമ്മുടെ ദേവസ്വം ബോർഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ PSC പഠിക്കുന്നവർക്ക് കേരള PSCക്ക് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ, കംപ്ലീറ്റ് ഫൗണ്ടേഷൻ ബാച്ച്, SSC പോലെ തന്നെ PSCയുടെ ഒരു കംപ്ലീറ്റ് ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്. അതിന് നമ്മൾ ജോയിൻ ചെയ്യുക. ജൂൺ 9 ക്ലാസ്സുകൾ ആരംഭിക്കും. 5 മണി മുതൽ 6 മണിയും 8 മുതൽ 9 മണി കംപ്ലീറ്റ് ഫൗണ്ടേഷൻ. അത് 10th +2 അതുപോലെ ഡിഗ്രി ലെവലുള്ള എല്ലാവർക്കും വേണ്ടി ഒരു ഫൗണ്ടേഷൻ. ബേസ് ഇല്ലാത്തവർക്ക് ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഇനി നമ്മുടെ കാവ്യ മിസ്സിന്റെ ക്ലാസ് ആണ്. വേഗം ക്ലാസ്സിൽ പോരുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമന്റ് സെക്ഷനിൽ ആൻസേഴ്സ് തരിക, സജഷൻസ് ഉണ്ടെങ്കിൽ സജഷൻ, ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം. ആൻഡ് മാക്സിമം ഉള്ളവർക്ക് ഷെയർ ചെയ്യുക. യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, യുവർ കൊളീഗ്സ്, ഫ്രണ്ട്സ്, സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി എല്ലാവരോടും സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ പരിഗണിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്. സന്തോഷമായിട്ടിരിക്കുക, സ്നേഹത്തോടെ ഇരിക്കുക. ആൻഡ് സി യു നെക്സ്റ്റ് ഡേ. അപ്പോൾ നാളെ 11 o'clock സൺഡേ നമ്മുടെ ക്ലാസ് ഉണ്ട്. നമുക്ക് 11 AM എല്ലാവരും 11 AM വരണം കേട്ടോ. 11 AM ആണ് നമ്മുടെ എഡിറ്റോറിയലിന്റെ വൊക്കാബിന്, കംപ്ലീറ്റ് വൊക്കാബിന് ഒരു വൊക്കാബ് ചലഞ്ച് ഇനി മുതൽ സൺഡേ ഉണ്ടാവും കേട്ടോ. വൊക്കാബിലറി പഠിക്കാൻ ഒരു ഡീറ്റെയിൽ സെഷൻ നമ്മൾ എന്തായാലും ഉണ്ട്. ഇനി മുതൽ സൺഡേ 11 AM ആണ് ക്ലാസ്സുകൾ വരാൻ പോകുന്നത്. അപ്പോൾ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു ഓൾ ദർ. 9 മണിക്ക് നമ്മുടെ SSC വേഴ്സസ് ബാങ്കിന്റെ ക്ലാസ്സുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. മോർ ഹാർഡ് എന്ന് പറയാം, കുഴപ്പമില്ല. പക്ഷെ മോർ ഹാർഡ് വേണ്ട ആവശ്യമില്ലല്ലോ. മോർ ഹാർഡ് വേണ്ടല്ലോ. സെക്കൻഡ് ഉള്ളപ്പോൾ പിന്നെ ഹാർഡർ ഉള്ളപ്പോൾ പിന്നെ മോർ ഹാർഡിന്റെ ആവശ്യമില്ല. അവിടെയാണ് പ്രശ്നം കേട്ടോ ഹരി. ഓക്കെ, സോ താങ്ക് യു, ബൈ. സ്റ്റേ സേഫ്.